ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 1981 ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷ നേതാവായി AK ഗോപാലൻ മത്സരിച്ചു ജയിച്ചു പോയത് ഈ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നാണ്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഉണ്ടായ 1977 ശേഷം നടന്ന മൊത്തം തിരഞ്ഞെടുപ്പുകളിൽ ഏറിയ ഭാഗവും കോൺഗ്രസിനോടൊപ്പമായിരുന്നു കണ്ണൂർ. മൊത്തം കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ 14 തവണയുള്ളതിൽ 8 തവണയും കോൺഗ്രസിനോടൊപ്പം നിന്ന ചരിത്രമാണ് കണ്ണൂരിനുള്ളത്. 6 തവണ ഇടതുപക്ഷത്തോടൊപ്പവും പോയി. പക്ഷേ ഇന്നത്തെ കണ്ണൂർ ഉണ്ടായതിനു ശേഷം സിംഹഭാഗവും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു കണ്ണൂർ. പക്ഷേ കഴിഞ്ഞ തവണ PK ശ്രീമതി ടീച്ചർ കണ്ണൂർ തിരിച്ചുപിടിച്ചു ഇടതു മുന്നണിക്കു വേണ്ടി. അന്വേഷിക്കുകയാണ് എൻകൗണ്ടർ കണ്ണൂരിൽ നിന്നും. PK ശ്രീമതി ടീച്ചർ തിരിച്ചുപിടിച്ച ഈ കണ്ണൂർ ഇനി K സുധാകരൻ സ്വന്തമാക്കി പഴയ ചരിത്രം ആവർത്തിക്കുമോ? കണ്ണൂരിന്റെ കനവിലാര്? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു CPIM ജില്ലാ കമ്മിറ്റി അംഗം ബിജു കണ്ടക്കൈ, DCC ജനറൽ സെക്രട്ടറി ശ്രീ റിജിത് നാറാത്ത്, ഒപ്പം BJP പ്രതിനിധി ബേബി സുനകനെ പ്രതീക്ഷിക്കുന്നു. SUCIയുടെ പാനലിൽ കണ്ണൂരിൽ നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അപർണ, ഒപ്പം കണ്ണൂരിലെ രാഷ്ട്രീയ പ്രതിനിധികളും പൗരസമൂഹവും കണ്ണൂരിൽ നിന്നുള്ള ഈ തത്സമയ സംപ്രേഷണത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ തുടങ്ങുന്നത് ശ്രീ റിജിത് നാറാത്തിൽ നിന്നാണ്. നിലവിൽ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു കണ്ണൂർ, ചുരുങ്ങിയ പക്ഷം 1980-കൾക്ക് ശേഷമെങ്കിലും. പക്ഷെ കൈവിട്ടുപോയി. 6566. ഈ 6566 വോട്ടിനെ നിങ്ങൾ എങ്ങനെ മറികടക്കും ഈ വരാൻ പോകുന്ന 23-ന്? 2009 കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന് ഇന്നത്തെ രൂപം വന്നത്. അതിനുശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ 43,000 ചില്ലാനം വോട്ടുകൾക്ക് ഈ നിയോജക മണ്ഡലം കരസ്ഥമാക്കുകയും കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ 6,000 ശിഷ്ടം വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. ഞങ്ങൾ ഉറച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ വീണ്ടും കണ്ണൂരിന്റെ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടും. അതിനനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ കണ്ണൂർ ജില്ലക്കകത്തുണ്ട്. 4 നിയോജക മണ്ഡലങ്ങൾ ഇപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലാണ്. ആ 4 നിയോജക മണ്ഡലങ്ങളിൽ പരമാവധി വോട്ടുകൾ സംഘടിപ്പിക്കാനും അതോടൊപ്പം രാജ്യം നേരിടുന്ന വെല്ലുവിളിയെ മറികടക്കുന്നതിന് വേണ്ടി ഈ നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് K സുധാകരന്റെ കൂടെ നിൽക്കുകയും കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തുണ്ടായാൽ ഈ നിയോജക മണ്ഡലം K സുധാകരൻ വീണ്ടും ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള വിധിയെഴുത്ത് നടത്തുമെന്നതിൽ യാതൊരു സംശയവും തർക്കവും നമുക്കില്ല. ബിജു, നിലവിൽ ഇതാണ് കോൺഗ്രസിന്റെ വാദം. ഇന്ന് ഞങ്ങൾ K സുധാകരനെ കണ്ടപ്പോഴും K സുധാകരൻ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇരിക്കൂർ മണ്ഡലം 30,000 വോട്ട് തനിക്ക് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇന്ന് ഇരിക്കൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി തീർത്തത്. നിലവിൽ ഇരിക്കൂർ മണ്ഡലം 30,000 വോട്ട് കൊടുത്താൽ കാര്യങ്ങൾ PK ശ്രീമതി ടീച്ചറിന് ബുദ്ധിമുട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കാൻ വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ മത്സരത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ജയം എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മുടെ പക്ഷത്താണുള്ളത്. കാരണം കണ്ണൂർ ജനത ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ, 2103 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് നാട്ടവുമായിട്ടാണ് ടീച്ചർ ഇത്തവണ ജനവിധി തേടുന്നത്. അതിലെല്ലാം ഉപരിയായിട്ട് കണ്ണൂരിൻ്റെ ട്രാക്ക് റെക്കോർഡ് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ പോരാ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ കണക്കിനകത്ത് ചെറിയൊരു തെറ്റുണ്ട്. 4 നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കൂടിയാണുള്ളത്. ആ ലീഡ് കൂടി കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 1,00,000-ഓളം വോട്ടുകൾ സ്വാഭാവികമായിട്ടും നിലവിൽ കുഴപ്പമെന്താന്ന് വെച്ചാൽ നിയമസഭാ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പമാണെങ്കിലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് ഉള്ള ഭൂരിപക്ഷം സുധാകരൻ അനുകൂലമായിരുന്നു. അതെ, എന്നാലും എടുക്കട്ടെ, അത് 2014 തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ 2016 നല്ല വ്യക്തമായിട്ടുള്ള ലീഡോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ നേടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ സീറ്റ്, ആ ലീഡ് നമ്മൾ നിലനിർത്തുക തന്നെ ചെയ്യും. ഈ മണ്ഡലം ഒരാൾക്കും വിട്ടുകൊടുക്കില്ല, ഇടതുപക്ഷം പിടിക്കുക തന്നെ ചെയ്യും. രജിത്, നിലവിൽ കണ്ണൂരിന് വികസനത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്നാണ് PK ശ്രീമതി ടീച്ചർ ഇന്ന് ഞങ്ങളോട് പറഞ്ഞത്. എയർപോർട്ടിന്റെ കണക്ക്, ഈ ഓരോ മല സ്ഥലങ്ങളിലേക്കും മലഞ്ചെരുവിയിലേക്കും പോകുന്ന പാതകൾ സുഗമമാക്കിയതിന്റെ കണക്ക്, അതിന്റെ കോടികളുടെ കണക്കുകൾ തന്നെ PK ശ്രീമതി ടീച്ചർ മുന്നോട്ട് വയ്ക്കുന്നു. കണ്ണൂർ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വികസനത്തിന്റെ ചിറകിലേറി സഞ്ചരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ മറികടക്കാൻ പോകുന്നത്? ടീച്ചറുടെ വികസന പ്രഖ്യാപനങ്ങളെല്ലാം പുകമറകളാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്ത് പിറ്റ് ലൈൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. അത് സ്ഥാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ടീച്ചർ ഈ പറയുന്ന 2,000 കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനന്ത ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ കണ്ണൂർ കോർപ്പറേഷനിലും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും
നടപ്പിലാക്കിയ ആനക്കുളത്തിന്റെയും ചെട്ടിയാർകുളത്തിന്റെയും കണക്ക് പറഞ്ഞുകൊണ്ടാണ്. ആ കണക്കെല്ലാം ഇന്ന് നേരത്തെ UDF ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന പദ്ധതിയാണ്. പിന്നെ ഈ സംസ്ഥാനത്തെ നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന CRF ഫണ്ടുകൾ കൊണ്ടാണ് ഈ ജില്ലയുടെ പല ഭാഗത്തും റോഡ് പരിഷ്കരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ MP ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ഹാജർ നിലയുണ്ടായിരുന്ന MP ആണ്. ഈ പദ്ധതി വിഹിതം ഉപയോഗിക്കുന്നതിൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ പദ്ധതി വിഹിതം ഉപയോഗിച്ച MP ആണ്. നിങ്ങളുടെ MP അവിടെ ചോദിച്ച ചോദ്യങ്ങൾ ദേശീയ ശരാശരിയേക്കാളും സംസ്ഥാന ശരാശരിയേക്കാളും ഉയർന്നിട്ടാണ്. ഈ കണക്കുകളെല്ലാം ഒരുപക്ഷെ PK ശ്രീമതി ടീച്ചറിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങളല്ലേ? ചോദ്യങ്ങൾ ചോദിച്ചതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പാർലമെന്റിനകത്ത് ചോദ്യം ചോദിക്കാൻ വേണ്ടി സാധാരണ പാർലമെന്ററി പാർട്ടിയുടെ ആളുകൾ എഴുതി കൊടുത്താൽ ചോദ്യമാവും. പക്ഷെ ചോദ്യം ചോദിച്ച് മുങ്ങി നടന്ന ഒരു MP ശ്രീമതി ടീച്ചറാണ് എന്നുള്ള പരമാർത്ഥം സുമിത്ര മഹാജൻ തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടവരാണ് കണ്ണൂരിലെ ജനങ്ങൾ. എന്താണ് ചോദ്യം ചോദിക്കേണ്ടത് എന്ന് പോലും പറയാൻ അറിയാതെ ഒളിച്ചു കളിക്കുമ്പോഴാണ് സ്പീക്കർ ചോദിച്ചത് ഇങ്ങനെ ഒളിച്ചു കളി അവസാനിപ്പിക്കണം. പിന്നെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നൊന്നും പറയുന്നതോട് യോജിക്കാൻ കഴിയില്ല. കേരളത്തിലെ തന്നെ UDFന്റെ MPമാർ അതിനേക്കാളും പ്രത്യേകമായ ചോദ്യങ്ങൾ, അതിനേക്കാളും കൂടുതൽ ഹാജർ നിലയുള്ള ഒരുപാട് MPമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. അപ്പൊ ആ ന്യായങ്ങളൊന്നും അംഗീകരിക്കുന്ന ഒരു ജനവികാരം ഈ മണ്ഡലത്തിലില്ല. ഇതിനകത്ത് വികസനത്തിന്റെ ഫണ്ട് സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഈ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാം പറയട്ടെ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്കൊന്ന് പോകാം. ഏതാണ്ട് സ്വാതന്ത്ര്യാനന്തര കാലത്തിന് ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നത് ഒരു പെയിന്റ് അടിച്ചത് ഈ കാലത്തായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കുക. ഒക്കെ വിട്ടേക്ക്. എൻ്റെ നിയർ ബൈ പഞ്ചായത്തുകാരനാണ് രജിത്ത് നാറാത്ത്, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന 5 വർഷം UDFന്റെ MP പ്രതിദാനം ചെയ്ത വേളയിൽ നാറാത്ത് പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. എനിക്ക് ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടു കൂടിയും പറയാൻ വേണ്ടി പറ്റും. പറയട്ടെ, എനിക്ക് സന്തോഷത്തോടു കൂടിയും പറയാൻ വേണ്ടി പറ്റും. ഏറ്റവും അവസാനം ശ്രീമതി ടീച്ചർ നാറാത്ത് പഞ്ചായത്ത് നൽകിയിട്ടുള്ള 15 ലക്ഷം രൂപയുടെ ഫണ്ടിന്റെ ആ ചെലവഴിക്കുന്ന കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹി രജിത്ത് നാറാത്താണ്. കമ്പിൽ ടൗണിൽ രജിത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ രജിത്തിനെ സ്വാഗതം ചെയ്യുന്നത് ശ്രീമതി ടീച്ചർ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ വെളിച്ചങ്ങളാണ്. ഒറ്റ കാര്യം, അതിന് മറുപടി കൂടി പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ CPM-നെതിരെ ഒരു വാക്ക് പോലും ശബ്ദിക്കില്ല എന്ന ഒരു തീരുമാനം കേരളത്തിൽ UDF നേതൃത്വം എടുത്തിട്ടില്ല. ഇന്നും നമ്മൾ K. സുധാകരനോട് ചോദിച്ചു. K. സുധാകരൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇവിടെ കണ്ണൂരിൽ കോൺഗ്രസ് CPM-നെ തന്നെ ആക്രമിച്ചിരിക്കും പ്രചരണത്തിൽ. ആ നിലപാട് തന്നെയാണോ കണ്ണൂരിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ളത്? K. സുധാകരന്റെ നിലപാട് തന്നെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വികാരം. അതിലപ്പുറത്ത് വികാരമില്ല. രാഹുൽ ഗാന്ധി അത് പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾ ഓർക്കണം. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും വയനാട്ടിലേക്ക് പേടിച്ചോടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞവരാണ് അമിത്ഷായും കോടിയേരി ബാലകൃഷ്ണനും. രണ്ടുപേരും ഒരേ സ്വരത്തിലാണ്. അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി ഇല്ല. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് രംഗത്ത് BJPയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് മറുപടി പറയാൻ മണ്ഡലത്തിൽ K. സുധാകരന്റെ മുഖ്യ ശത്രുവാരാണ്? കണ്ണൂർ മണ്ഡലത്തിൽ കേരളത്തിൽ ആകമാനം കോൺഗ്രസിന്റെ ശത്രു CPM ആണ്. പക്ഷേ കേരളത്തിലേക്കല്ലോ മത്സരം നടക്കുന്നത്, ഡൽഹിയിലേക്കല്ലേ? ഡൽഹിയിലേക്കാണ് മത്സരം നടക്കുന്നത്. ഡൽഹിയിൽ ആരാ ശത്രു നിങ്ങളുടെ? BJP ആണ്. ഇവിടെ ആരാ? കേരളത്തിൽ BJP ഇല്ലല്ലോ. ഇവിടെ ആരാ? ഇല്ലാത്തവരെ നേരിടാൻ നമ്മൾ എന്തിനു പുറപ്പെടണം? മാഹിയിൽ ആരാ? മാഹിയിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൽ. അവിടെയുള്ള ചോദ്യം ബിജുവിനോടാണ് ചോദിക്കേണ്ടത്. എന്താ താങ്കളുടെ പാർട്ടിയും ഉണ്ട് അവിടെ. ഞാൻ പറയാം, ഇന്ത്യയിലാകമാനം കോൺഗ്രസിന് ഒറ്റ നയമാണ്. അത് നവ ലിബറൽ സംവിധാനമാണെന്ന് ഇടതുപക്ഷം പറയും. സാമ്പത്തികമായി ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവുമാണെന്നൊക്കെ പറയും ഇടതുപക്ഷം. ആ സാമ്പത്തിക നയത്തെ എതിർക്കലാണ് കോൺഗ്രസിനോടുള്ള എതിർപ്പ് എന്ന് പറയും. പക്ഷേ പോണ്ടിച്ചേരിക്കകത്തും തമിഴ്നാട്ടിനകത്തും ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത് എങ്കിൽ എന്തിനാണ് സഹായിക്കാൻ നിൽക്കുന്നത്? അവിടെയാണ് ഞങ്ങളുടെ എതിർപ്പും വിയോജിപ്പും. ഞാൻ വരാം, അമർനയിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ഇവിടെ ഇപ്പോ എന്റെ UDFന്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് സംശയമായി ചോദിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ CPM-നെ മുഖ്യ എതിരാളിയായി കാണുന്നത് കേരളത്തിൽ BJP ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യയിൽ അദ്ദേഹം മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുന്നത് BJPയെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത BJPയെ തേടിയിട്ട് മുഖ്യ ശത്രുവായ BJPയെ തേടിയിട്ട് എന്തിനാ പിന്നെ അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്നത്? അതാണ് എന്നെ ഒന്ന് സംസാരിക്കണം. ഞാൻ നിങ്ങൾ പൂർണ്ണമായും എല്ലാ ജനാധിപത്യത്തോടും കൂടി കേട്ടിരുന്നതാണ്. എന്തിനാണ് പിന്നെ അമേഠിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്? ആ കേരളത്തിലേക്ക് വരുമ്പോൾ പുറത്തു കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJP പോലും പറയുന്നത് പോലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല എന്ന് BJP-ക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് പോലെ കോൺഗ്രസും പറയുകയാണ് മുഖ്യ എതിരാളി എന്ന് പറയുന്നത് BJP അല്ല, മറിച്ച് CPM ആണ്. ഞാൻ രജിത്തിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് അഡ്വക്കേറ്റ് അപർണ, SUC-യുടെ മത്സരം പ്രതീകാത്മകമായിട്ടാണോ? ആണെങ്കിൽ എന്തിനെതിരെ, ആർക്കെതിരെ, ആരാണ് മുഖ്യ ശത്രു? ജനങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർ ആരോടൊപ്പം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന അടിസ്ഥാനപരമായ വിഷയം. SUC മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം കുത്തകാനുകൂല്യ നയങ്ങൾക്കും
വർഗീയ ഭ്രാന്തിനുമെതിരെ ജനകീയ സമരശക്തി വളർത്തിയെടുക്കുക എങ്കിൽ എന്നുള്ളത്. പിന്നെ PK സീമ ടീച്ചറിന് വോട്ട് കൊടുത്താൽ പോരെ? അവരും അതേ മുദ്രാവാക്യമാണ് വെക്കുന്നത്. അതായത് ഒരു ഇടതുപക്ഷ പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ. BJP പോലൊരു വർഗീയ ശക്തിയെ നേരിടേണ്ടുന്നത് അത് കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ടാവരുത്. അവർ കേരളത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസുമായി കൈകോർത്തിന്ന് മത്സരിക്കുകയാണ്. അതെന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? കാരണം 2.5 പതിറ്റാണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിട്ടുണ്ട്. ആ കാലം അത്രയും കുത്തകൾക്ക് വേണ്ടിയുള്ള നയങ്ങൾ നടപ്പിലാക്കുകയും വർഗീയ പ്രീണനവും മതപ്രീണനവും അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാണ് അവർ ഭരിച്ചിട്ടുള്ളത്. അതേ നയങ്ങൾ തന്നെയാണ് BJP കൂടുതൽ രൂക്ഷമായ രീതിയിൽ നടപ്പിലാക്കുന്നത്. അവിടെ ശരിയായൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്ന് പറയുന്നത് ജനങ്ങളെ സംഘടിപ്പിക്കുക, ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ജനകീയ സമരങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ്. മറിച്ച് ജനകീയ സമരത്തിന്റെ എല്ലാ പാതയും വെടിഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായും കേന്ദ്രം ആവിഷ്കരിച്ച കഴിഞ്ഞ 5 വർഷത്തിൽ BJP ആവിഷ്കരിച്ച എല്ലാ നയങ്ങളും വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നടപ്പിലാക്കാണ്. നോട്ട് നിരോധനവും GST അടക്കമുള്ള നയങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇവിടെ നടപ്പിലാക്കി സാധാരണക്കാരന്റെ ജീവിതം സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം SUCക്ക് എങ്ങനെ ചേരാൻ സാധിക്കും? CPM-നോടൊപ്പം. അതുകൊണ്ട് ഇന്ത്യയിൽ 119 മണ്ഡലങ്ങളിൽ SUCI ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഓക്കെ, രജിത്ത്, നേരത്തെ ബിജു ചോദിച്ചതിന് മറുപടി കൂടി വേണം. എന്തുകൊണ്ടാണ് ഇല്ലാത്ത ശത്രുവിനെ തേടി നിങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നത്? എവിടെയാണ് കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി എന്ന് നമുക്ക് BJP പ്രതിനിധിയോട് ചോദിക്കാം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. എങ്കിൽ പോലും കണ്ണൂരിൽ BJPയുടെ സാന്നിധ്യം വിസിബിൾ അല്ല. നിഷ്പക്ഷമായി പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത് BJPയെ നേരിടാനാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിടാനോ ആണോ എന്നുള്ള ചർച്ചക്കപ്പുറത്ത് രാഹുൽ ഗാന്ധി ഇന്നലെ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, ദക്ഷിണേന്ത്യ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ശത്രുവാണ്. കാരണം അവർ നടത്തുന്ന പ്രസ്താവനകൾ എന്താ? ഹിന്ദുവിനെ ഭയപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഓടിയെന്നാണ് BJPയുടെ നേതാക്കന്മാർ പറയുന്നത്. ഹിന്ദുവിനെ ഭയപ്പെട്ടുകൊണ്ട് വയനാട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഭയപ്പെട്ടുകൊണ്ടല്ല. അമേഠിയിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെയും 2-3 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ദക്ഷിണേന്ത്യയോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന വിവേചനപൂർണമായ നടപടികളിലും നിലപാടുകളിലും ഒരു ഐക്യമുണ്ടാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ 148ഓളം വരുന്ന സീറ്റുകളിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കോൺഗ്രസിന് UPAക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. ഭാഷകളും സംസ്കാരങ്ങളും ഒറ്റപ്പെടുകയാണ് ദക്ഷിണേന്ത്യയിൽ. ഇതെല്ലാം സർക്കാരിന്റെയും ഗവൺമെന്റിന്റെയും പിന്തുണയോടുകൂടി ഈ ദക്ഷിണേന്ത്യയിൽ കരുപ്പിടിപ്പിക്കാനും ശക്തി പകരാനും രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി പ്രധാനമന്ത്രിയാകുമ്പോൾ സാധിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഇത് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്ന സമയത്ത് എന്താണ് കോൺഗ്രസിന് സംഭവിക്കാത്തത്? 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ സംഭവിച്ചിട്ടും അവിടെ തരംഗമോ എഫക്റ്റോ ഉണ്ടായില്ലല്ലോ. ആ കാലഘട്ടം കഴിഞ്ഞ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങളും BJPയുടെ മാധ്യമങ്ങളും എല്ലാം വളരെ മോശമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. അതിനെയെല്ലാം തരണം ചെയ്ത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള നേതാവാണ് എന്ന് അംഗീകാരം നേടിക്കഴിഞ്ഞു. നേരത്തെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എന്റെ സുഹൃത്ത് അറിയാതെ ഒന്ന് വിഴുങ്ങിപ്പോയിട്ടുണ്ട്. അത് BJP സ്ഥാനാർത്ഥി എവിടെയും വിസിബിൾ അല്ല, പ്രതിനിധിയും എത്തിയിട്ടില്ല. ഇന്നലെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. ഇവിടെ വെളിപ്പാടകലെ കണ്ണൂർ പഴയ സ്റ്റാൻഡിൽ ഉൾപ്പെടെ BJPയുടെ സ്വീകരണ പൊതുയോഗം അവസാനിപ്പിക്കേണ്ടി വന്നത് അവരുടെ പ്രവർത്തകന്മാരെത്തിയില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ 30,000 വോട്ടിന്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ ഇരിക്കൂർ മണ്ഡലത്തിൽ. ആ ഇരിക്കൂർ മണ്ഡലത്തിൽ 30,000 വോട്ടിന്റെ കണക്കിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈ ചർച്ചയ്ക്ക് ശേഷം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കേണ്ടി വരും. ഒന്നത്. രണ്ടാമതൊരു കാര്യം, കോലിബി തന്നെയാണ്. അതിൽ കോബി വരാനില്ല. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, വയനാട്ടിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ പറഞ്ഞല്ലോ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തേ അമേഠിയിൽ മത്സരിക്കുമ്പോൾ അമ്മയും മകനും ഒഴികെ ബാക്കി ആരും ജയിക്കാതെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവിന്റെ സാന്നിധ്യമല്ല ട്രെൻഡ് ഉണ്ടാക്കുന്നത്, അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യമാണ്. ദയവ് ചെയ്ത് എനിക്ക് SUC പ്രതിനിധിയോട് കൂടി ഒരു കാര്യം പറയാനുണ്ട്. CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ വെച്ചിട്ടുള്ള മുദ്രാവാക്യം അല്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സഖാവിനോട് എനിക്ക് വിശദീകരിക്കാനുള്ളത്, ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നതും ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്ന ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഘടിപ്പിക്കുന്ന ഈ BJP ഗവൺമെന്റിനെ താഴെയിറക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ താഴെയിറക്കുമ്പോൾ കോൺഗ്രസും ശത്രുവല്ലേ? കോൺഗ്രസും ശത്രു തന്നെയാണ്. നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ശത്രു ആരാണ്? അത് ചോദിക്കുമ്പോൾ ചേരേനെയും മൂർഖനെയും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ മൂർഖനെ വിട്ടിട്ട് ചേരനെ തന്നെ തല്ലിക്കൊല്ലണം എന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. പെട്ടെന്നൊരു മറുപടി. എന്താണെങ്കിലും നമുക്ക് റിലേറ്റീവ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ സാധിക്കൂ. ആപേക്ഷികമായി നിങ്ങളുടെ പ്രധാന ശത്രു ആരാണ്? അങ്ങനെയാണെങ്കിൽ അതിന് മറുപക്ഷത്ത് നിൽക്കുന്നവർക്കൊപ്പമല്ലേ ചേരേണ്ടത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഒരിക്കലും അതാവാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് അറിയാൻ കോൺഗ്രസിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്, അതൊരു ബൂർഷ്വാ പാർട്ടിയാണെന്നുള്ളത് വളരെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള ശേഷിയുള്ളവരായിരിക്കണമല്ലോ സ്വാഭാവികമായും. ഒരു ദേശീയ തലത്തിലുള്ള നിലപാട് എന്താണ്? ഫാസിസ്റ്റുകൾക്കെതിരെയാണോ നിങ്ങളുടെ ആദ്യ സമരം? ബൂർഷ്വാസികൾക്കെതിരെയാണോ നിങ്ങളുടെ ആദ്യ സമരം?
SUCയുടെ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനങ്ങളുടെ സമരങ്ങൾ എന്നാണോ ഉണ്ടായി വരുന്നത് അന്ന് മാത്രമേ. അതല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഈ ബൂർഷ്വാസിക്കെതിരെയോ ഫാസിസ്റ്റുകൾക്കെതിരെയോ ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു? രണ്ടും ഒരേ സ്വഭാവം, കോൺഗ്രസും BJPയും ഒരേ സ്വഭാവം പ്രദർശിപ്പിക്കുന്നവരാണ്. രണ്ടുപേരും ഒരേപോലെ ശത്രുക്കളാണ്. ഓക്കെ, നിലവിൽ രജിത്തെ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രസ്താവന കണ്ണൂരിൽ കോലീബി സഖ്യമുണ്ട് എന്നുള്ളതാണ്. കണ്ണൂരിൽ കെ സുധാകരൻ അനുകൂലമായി BJPയുടെ വോട്ട് തിരിയാൻ പോകുന്നു എന്നാണ് സാധ്യതകളും സൂചനകളും പറയുന്നത്. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ സഖ്യത്തിന്റെ പുറത്താണെന്ന് കേൾക്കുകയും ചെയ്യുന്നു. ശരിയാണോ? ഇതൊക്കെ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഗീബിൽസ്യൻ തന്ത്രം പ്രയോഗിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒരു കണക്കും ബിജുവിന് നിരത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയും കോൺഗ്രസും BJPയും തമ്മിൽ സഖ്യം ചേരാൻ പോകുന്നില്ല, വോട്ട് കച്ചവടം നടത്താൻ പോകുന്നില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? നമുക്ക് ബേബി സുനഗർ എത്തിയിട്ടുണ്ട്. അല്പം വൈകിയാണെങ്കിലും ബേബി സുനഗർ എത്തി. ബേബി സുനഗർ, ആദ്യമേ ചോദിക്കാനുള്ള ഒരു ചോദ്യം, കണ്ണൂരിൽ BJPയുടെ പ്രചരണം വിസിബിൾ ആവാത്തതിന്റെ കാരണം എന്താണ്? ഇത് നിങ്ങൾ കാണാത്തോണ്ടാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. കണ്ണൂരിൽ BJPയുടെ പ്രചരണം ഞാനിപ്പോഴും വരുന്നത് ഒരു പ്രചരണ യോഗത്തിനാണ് വരുന്നത്. ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഇതിന് മുന്നേ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ പൊതുവെ നമ്മുടെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ഒരു 16 ദിവസം വീടാന്തരം ഗ്രാമങ്ങളിൽ ഞങ്ങൾ വെയിലും രാവിലെയും രാത്രിയും ഉച്ചയും ഇല്ലാതെ കയറി ഇറങ്ങി ജനങ്ങളുടെ ഇടയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യമുള്ള ഏറ്റവും വലിയ ഒരു നേട്ടം, ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഞങ്ങൾ പോകുന്ന എല്ലാ ഗ്രാമങ്ങളിലും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അപ്പൊ ആ സ്വീകരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ സ്ഥാനാർത്ഥിയുടെ ചാർജുമായി യാത്രയിലുണ്ടായിരുന്നു. അന്നെല്ലാം ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ആവേശവും ശബരിമല മാത്രമല്ല, ശബരിമല ഒരു വിഷയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ശബരിമല ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അതെങ്ങനെ അങ്ങനെ പറയാ? ഒരിക്കലുമല്ല, നിലപാടല്ലോ. അവരെന്ത് ചെയ്തു? ഞങ്ങളുടെ ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ സുധാകരൻ വെറുതെ അവിടെ നിലക്കൽ പോയിട്ട് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ വിഷയാവോ? അവിടുന്ന് ഒരു ബഹളം ഉണ്ടാക്കി കുറെ ഇതുണ്ടാക്കി പോയതല്ലാണ്ട് അവരെന്ത് ചെയ്തു? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ശബരിമല സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ഇടതുപക്ഷവും താങ്കൾ വരുന്നതിന് മുമ്പ് ബിജു പറഞ്ഞത് ഇവിടെ കണ്ണൂരിൽ ഒരു കോലീബി സഖ്യമുണ്ടെന്നാണ്. എങ്ങനെയാണ് ഇരിക്കൂറിൽ വോട്ട് വർദ്ധിക്കുന്നത് പറയാം. അതായത് ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരേ നിലപാടാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എടുത്തിട്ടുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു പ്രത്യേക നിലപാടോ ഈ സമരത്തോട് യാതൊരു ആഭിമുഖ്യമോ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആളുകൾ 1 മാസത്തിലധികം നിരാഹാരം കിടക്കുകയും ഏതാണ്ട് 60 ദിവസത്തിലധികം സുരേന്ദ്രനെ ജയിലിലടക്കുകയും ഇപ്പോൾ 242 കേസുകൾ എടുത്തിട്ടുള്ള അദ്ദേഹത്തിനെതിരായിട്ട്. ലോകത്ത് കേട്ടുകളില്ലാത്ത രീതിയിലുള്ള ഒരു കേസ് ആണ് അവർക്കെതിരെ എടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മറിമായം കൊണ്ട് ഇതിന്റെയൊക്കെ ക്യാഷ് ചെയ്യാനുള്ള ഒരു ശ്രമം സുധാകരൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപഹാസ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങൾക്കത് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുള്ള ഓരോ പ്രദേശത്തും കടന്നു പോകുമ്പോൾ ഇന്നത്തെ സ്വീകരണ യോഗങ്ങൾ കണ്ടപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രവർത്തകരുടെ ആവേശം വിജയിക്കാനുള്ള മത്സരമാണ്, അല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള മത്സരമല്ല. ഇവിടെ വിജയിക്കാനുള്ള മത്സരമാണ്. ഈ മണ്ഡലത്തിൽ മറ്റുള്ള 2 സ്ഥാനാർത്ഥികളെയും പോലെ ജയിക്കാനുള്ള മത്സരമാണ്. അതെ, തീർച്ചയായിട്ടും സജീവമാണ്. ഒരു കാര്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് പോകാൻ പറ്റില്ല. കോലീബി സഖ്യം എന്ന് ഇവിടെ ആരൊക്കെ പറഞ്ഞു പറഞ്ഞു. കോലീബി സഖ്യം അല്ല ശരിക്കും നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യമാണ്. നിങ്ങൾക്കറിയാം, ഈ കണ്ണൂർ ജില്ല വിട്ടിട്ട് മാഹിയിലേക്ക് അറിയാൻ മതി, അവിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഇടതുപക്ഷമാണ്. അതേപോലെ നിങ്ങൾ തമിഴ്നാട്ടിൽ അവിടെ സോണിയാഗാന്ധിയുടെ ചിത്രത്തിന്റെ മുകളാണ് ഈ അരിവാൾ ചിറ്റിക വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മത്സരിക്കണം. ഇപ്പൊ രാഹുൽ എന്താ പറഞ്ഞത്? രാഹുൽ ഇവിടെ വന്ന ഉടനെ പറഞ്ഞ എന്താണ്? ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും സംസാരിക്കില്ല, മുണ്ടൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആര് തമ്മിലാണ് ഇവിടെ സഖ്യം? അതിവിടെ ജനങ്ങൾക്ക്, കാണുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം. സഖ്യം ഇവിടെ തീർച്ചയായിട്ടും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ്. അവർക്കാണ് ഒരു സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയായിട്ടുള്ളത്, അത് രാഹുൽ ഗാന്ധിയാണ്. പെട്ടെന്ന് മറുപടി. എന്റെ ചോദ്യം, ഈ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന പരിസരത്ത് BJPക്ക് പ്രവർത്തകന്മാരില്ലേ? എന്റെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സംശയമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അവിടുത്തെ സ്ഥാനാർത്ഥി സ്വീകരണം പൊളിഞ്ഞു. അതിന് സ്ഥാനാർത്ഥി തന്നെ നൽകിയ ന്യായീകരണം അറിയോ? കണ്ടന്റ് ഇല്ലാത്ത ബോഗികൾ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ വലിയ ബഹളം ഉണ്ടാവും. കണ്ടന്റ് ഇല്ലാത്ത ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ വലിയ ബഹളം ഉണ്ടാവും. അതാണ് ഈ CPM-ന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥി പോകുമ്പോൾ കാണുന്നത്. നിറയെ കണ്ടന്റ് ഉള്ള ബോഗികളാണ് പോകുന്നതെങ്കിൽ വലിയ ഗുഡ്സ് ട്രെയിനൊക്കെ ഭാരം നിറച്ചു പോകുമ്പോൾ ബഹളമില്ലാതെ പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
എങ്ങനെയാണ് ഈ പ്രവർത്തകന്മാർ ആവേശഭരിതരാണെന്ന് എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല. അതിന് ഇന്നലെയാണ് ഈ സ്വീകരണം നടന്നത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ. ആരോപിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിലെങ്കിലും ചുരുങ്ങിയത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂർ മണ്ഡലത്തിലല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങളിൽ ഇവർ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. 5 മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും തിരിച്ചും സഹായിക്കുന്നതിന് വേണ്ടി. ഇതൊരു ആരോപണം മാത്രമാണെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഈ 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ് ഈ കണക്കുകൾ പറയേണ്ടത്. മറ്റ് രാജ്യത്തിനകത്ത് ഈ പറയുന്ന 543 ലോക്സഭാ മണ്ഡലങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടാൻ കഴിവും ശേഷിയും ശേമൂഷ്യമുള്ള പാർട്ടി കോൺഗ്രസും മറുഭാഗത്ത് ബി ജെ പിയും എൻ ഡി എയുമാണ്. എവിടെയാണ് സഖ്യം? ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നവരെ ഈ രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് കുറക്കാനാണ് ബി ജെ പി സ്വാഭാവികമായി ആഗ്രഹിക്കുക. പക്ഷെ നമ്മളത് വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കുന്നതോടുകൂടിയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കുക. എങ്ങനെയാണ് അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. CPM പറയുന്നത് താൽക്കാലികമായി വോട്ട് തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ലീഗിന്റെയും സഖ്യമുണ്ട് എന്ന്. ഇപ്പൊ ലീഗിനെ കുറിച്ച് ഇന്ന് പറഞ്ഞ ബി ജെ പിയുടെ വാക്കുകൾ കേട്ടാൽ ഏത് സഖ്യത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? ആരാണ് ഇവിടെ സഖ്യം ചെയ്തത്? നിങ്ങൾ അറിയേണ്ടത്, കേരളത്തിൽ കണ്ണൂർ ജില്ലക്കകത്ത് 1977 സഖ്യം ചേർന്ന പാർട്ടി ബി ജെ പിയും CPM-ഉമാണ് പിണറായി വിജയനെ ജയിപ്പിക്കാൻ. കണ്ണൂർ ജില്ലയിലെ ഉദുമയിൽ, പഴയ ഉദുമയിൽ BJP KG മാരാറെ ജയിപ്പിക്കാൻ അവിടെ പ്രചരണം നടത്തിയത് CPM-ആണ്. ഞങ്ങൾ എവിടെയും ബി ജെ പിയുമായി ഇതുവരെ കൂട്ടുചേർന്ന ചരിത്രമില്ല. ഇവരാണിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും ചെയ്ത് ഈബിൽസ്യൻ തന്ത്രം പ്രയോഗിക്കുകയാണ് കണ്ണൂരിലും കേരളത്തിലും. പരാജയം സമ്മതിച്ചിട്ടാണ്. പക്ഷെ ബേപ്പൂര് മറന്നു പോകരുത്. സമയമുണ്ടെങ്കിൽ രജിത്തിന് ലഭ്യമാവുന്നില്ലെങ്കിൽ ഞാൻ എത്തിച്ചേരാം. KG മാരാർ എഴുതിയ ഒരു ആത്മകഥയുണ്ട്. ആ ആത്മകഥയിൽ ഈ പറഞ്ഞ 2 പരീക്ഷണങ്ങൾ പെട്ടെന്ന് മറുപടി. സെക്രട്ടേറിയറ്റിൽ നോമിനേഷന്റെ സ്കൂട്ടിനുമായി ബന്ധപ്പെട്ട് നടന്ന സ്കൂട്ടിനിക്കിടക്ക് കെ സുധാകരനെതിരെ ഒരപരണം നിർത്തിയത് BJP-യും 2 അപരണം നിർത്തിയത് CPM. ഇത് ഇവർ തമ്മിലുള്ള ധാരണയല്ലെങ്കിൽ പിന്നെ എന്താ? കെ സുധാകരനെതിരെ 3 അപരന്മാർ കണ്ണൂരുണ്ട്. 1 BJP-യുടെ വക, 2 CPM-ന്റെ വക. ഇതിനകത്ത് പച്ചവെള്ളം പോലെ മനസ്സിലാകുമല്ലോ, പച്ച നഗ്നമായ സത്യമാണല്ലോ. ഇവർ രണ്ടും ധാരണയിലാണ്. കെ സുധാകരനെ തോൽപ്പിക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം. അതിനുവേണ്ടി ഒരപരനെ CPM-ന്റെ, 2 അപരനെ CPM-ന്റെ വകയും ഒരപരനെ BJP-ന്റെ വകയും. ഒരു CPM പ്രവർത്തകനും ഇവിടെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരാളേ ഉള്ളൂ. PK ശ്രീമതി ടീച്ചറാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അല്ലാതെ ഏതെങ്കിലും സുധാകരന്മാർ ആരെങ്കിലും നോമിനേഷൻ കൊടുത്താൽ ഏത് പൗരനും മത്സരിക്കാൻ അവകാശമില്ലേ? അല്ലാതെ ഞങ്ങളൊരു സുധാകരനെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ നോമിനേഷൻ ഒബ്ജക്ഷൻ വന്നപ്പോൾ വാദിച്ചത് ശ്രീമതി ടീച്ചർക്ക് വേണ്ടി വാദിക്കാൻ വന്ന അതേ ആളാണ് വാദിച്ചത്. സത്യമാണല്ലോ. എത്ര മൂടി വെച്ചാലും അതില്ലാതാകുമല്ലോ. കളക്ടറേറ്റിനകത്ത് ഇന്നത്തെ സ്കൂട്ടിനകത്ത് നടന്ന പച്ചയായ സത്യമാണ്. അതിന് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇല്ലാതാക്കാൻ കഴിയും. ഒരു നിമിഷം ഇവരെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഏറെ ജനാധിപത്യ മര്യാദയോട് കേട്ടിരിക്കുന്ന ഒരാളാണ്. അതിനിടയിൽ മൈക്ക് കൈമാറുന്നത് ഇനി ഒരു സുധാകരന്റെയും നോമിനേഷൻ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങൾ കൊടുക്കേണ്ടതാരാ? ഒന്ന് PK ശ്രീമതി ടീച്ചർ, ഞങ്ങളുടെ ഡമ്മി സ്ഥാനാർത്ഥിയായി KP സഹദേവൻ. ഇത് രണ്ടുമാണ് ഞങ്ങൾ വാദിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റേതെങ്കിലും വക്കീൽ ഇവിടെ വന്ന് വാദിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇവിടെ വളരെ ബാലിശമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയുണ്ട്, സ്ഥാനാർത്ഥിക്ക് ഒരു ഡമ്മിയുണ്ട്. വേറെ സ്ഥാനത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മളതല്ല. നമുക്ക് അതിന് സമയമില്ല, പൈസയും അതിന്റെ ആവശ്യം നമുക്കില്ല. ശബരിമല വിഷയത്തിലെങ്കിലും ചുരുങ്ങിയ പക്ഷം കെ സുധാകരൻ നിലപാടുമായിട്ട് ഒരു കാരണവശാലുമില്ല. കെ സുധാകരൻ ഞങ്ങളെ ശബരിമല വിഷയത്തിലോ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയോ യാതൊരു ഗുണവും ചെയ്തിട്ടില്ല. മറിച്ച് ഇവിടെ നമ്മുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടപ്പോൾ അത്തരം സംഭവങ്ങളിൽ മുഖം തിരിഞ്ഞു നോക്കാതെ പോയ ആളാണ് കെ സുധാകരൻ. അത്തരം ആളുകൾ കൊണ്ട് നമ്മളെന്തിനാണ് സഹായിക്കുന്നത്? അങ്ങനെ സഹായം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരു കാര്യം, മറ്റൊരു കാര്യം, അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഇത് നമ്മൾ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇത് ഭാരതത്തിലെ ഒട്ടാകെ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാനും ഭരിക്കാനും വേണ്ടിയാണ്. ജനങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ ഭരിക്കും. ഇവിടുത്തെ ഈ അപകടകരമായ ഒരു പരാമർശമുണ്ട്. ഇന്നെങ്കിലും ഈ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന വൈറസാണ് മുസ്ലിം ലീഗ് എന്ന് പറയാൻ പാടുണ്ടായിരുന്നു. അല്ല, അതെന്താ തെറ്റ് വന്നതിന്? മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു രാഷ്ട്രീയ സംഘടന ഇവിടെ ചത്ത കുതിര എന്ന് നെഹ്റു പറഞ്ഞ മുസ്ലിം ലീഗിനെ ചത്ത കുതിരയാണ് മുസ്ലിം ലീഗ് എന്ന് നെഹ്റു പറഞ്ഞതാണ്. കേന്ദ്ര ക്യാബിനറ്റിൽ ഇന്നേവരെ സ്ഥാനം മുസ്ലിം ലീഗിന് കൊടുത്തിട്ടില്ല. യാതൊരു തരത്തിലുള്ള അടുപ്പിക്കലും ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിന്. ഇവിടെ തന്നെ രാഹുൽ ഗാന്ധി വരുമ്പോൾ പച്ചക്കൊടി കാണിക്കുന്ന പറഞ്ഞത്. അപ്പൊ മുസ്ലിം ലീഗിനെ അത്രയധികം വെറുക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ അകത്ത് അത്രയധികം വെറുക്കുന്ന ദേശീയ ഞങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗുകാരോട് പറഞ്ഞത് നിങ്ങൾ 1 കൊടി എടുത്താൽ പോരാ, 2 കൈയിലും ഓരോ കൊടി എടുത്ത് വരണം എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കൊടിയെടുക്കരുതെന്ന് പറഞ്ഞില്ല. ഈ പത്രങ്ങളൊക്കെ പറഞ്ഞ റോഡ് ഷോയിൽ വെച്ച് പ്രിയങ്ക ഗാന്ധി തന്നെ മുസ്ലിം ലീഗിന്റെ കൊടി അവിടെ വീശിയിട്ടുണ്ട്. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി മുസ്ലിം ലീഗ് പക്ഷെ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മാത്രമല്ല, ഇന്ന് കേന്ദ്രത്തിലുള്ള ഭരണം നയിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ
പാകിസ്ഥാനിൽ പോയിട്ട് സഹായം അന്വേഷിച്ച ആളാണ് കോൺഗ്രസ്സുകാർ. പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ പോയി സഹായം അന്വേഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, യാതൊരു ഉത്തരവാദിത്വമില്ല നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അവരാണ് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ കാര്യങ്ങളും. അല്ല, പക്ഷേ ഈ വൈറസ് എന്നൊരു ആരോപണം വളരെ കൃത്യമായ കമ്മ്യൂണൽ ആയിട്ടുള്ള താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഇവിടെ കമ്മ്യൂണൽ എന്നുള്ള വാക്ക് നിങ്ങൾ അകാലിദളിനെ കുറിച്ച് പറയുമ്പോൾ BJP ബാധിച്ചിരിക്കുന്ന വൈറസാണ് അകാലിദൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആരെങ്കിലും ഹിന്ദുവിന് വേണ്ടിയോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാന മറ്റ് മതസ്ഥർക്ക് വേണ്ടിയോ വാദിച്ചാൽ അതൊക്കെ വർഗീയവും ഇത് മാത്രം സ്വർഗീയമാവുന്ന രാഷ്ട്രീയ ശിവസേനയെ കുറിച്ചല്ല പറഞ്ഞത്, അകാലിദളിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ് BJPയുടെ പ്രതിനിധി, BJPയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് അത്ര വലിയ തെറ്റായ കാര്യമൊന്നുമല്ലോ. ഇന്ന് കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ, വൈറസ് അല്ലെങ്കിൽ ഇന്ന് വയനാട്ടില് ഈ പറയുന്ന സ്ഥാനത്ത് രാഹുൽ ഗാന്ധി വരാനുള്ള കാരണം ആരാ? മുസ്ലിം ലീഗാണ്. അവരുടെ സമ്മർദ്ദമാണ്, അവരുടെ തീരുമാനമാണ്. അവരാണ് പറയുന്നത് ഇവിടെ വന്ന് മത്സരിക്കണം. കോൺഗ്രസ് അല്ല പറയുന്നത്. കേരളത്തിന്റെ ഭരണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന മുസ്ലിം ലീഗ് ഇന്നിപ്പം ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇരുപക്ഷത്തും നേരത്തെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ്. വിദ്യാഭ്യാസത്തിലും ആഭ്യന്തരത്തിലും അവിടെ ഇവിടെ ഇവർ കയറി കൂടുവന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ന്യൂനപക്ഷങ്ങളും അരുൺ പറഞ്ഞതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞില്ല അവർ കൂടിയുള്ള പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കോ അവർക്ക് പുതുതായി കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്തെങ്കിലും? ഇവിടെ ഉസ്താദ് എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള പദ്ധതിയുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു അവകാശ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നല്ല പറയുന്നത്. ഇവിടെ ഹിന്ദുവിന് കിട്ടുന്ന അതേ അവകാശങ്ങൾ മുസ്ലിമിനും ക്രിസ്ത്യാനിയും കിട്ടണം ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ആർക്കും കിട്ടാൻ പാടില്ല. മതത്തിന്റെ പേരിലുള്ള ആനുകൂല്യങ്ങൾ വേണ്ടത്, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം വേണ്ടത്, സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടത്, മതമല്ല മാനദണ്ഡം. ശരി, മതമാണോ മാനദണ്ഡം? രാഹുൽ ഗാന്ധി വരുന്നതിനെ CPM വിമർശിക്കുന്നു. പക്ഷേ യോഗി ആദിത്യനാഥിന്റെ ഈ പരാമർശത്തെ എങ്ങനെയാണ് CPM കാണുന്നത്? യോഗി ആദിത്യനാഥിന്റെ ഈ പരാമർശം വൈറസ് എന്ന് പറയുന്ന പദപ്രയോഗം തെറ്റാണ്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയെ വൈറസ് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് നമുക്ക് കണക്കിലാക്കണം. പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞേക്കാം, ആ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിന് പുറത്ത് മുസ്ലിം ലീഗിനെ സ്വാഭാവികമായിട്ടും BJP ഉണ്ടാക്കി കൊടുത്ത ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ശരിയല്ല. ഒരു ജനാധിപത്യ മര്യാദ ഭരിക്കുന്ന കക്ഷിയുടെ നേതാവല്ലേ. സ്വാഭാവികമായി ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാർ അവരൊരു വിചിന്തനത്തിന് അവർ വിധേയമാണ്. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? ഇന്ന് ഇവർ വൈറസ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവരും വിളിക്കും വൈറസ് എന്ന്. എന്തേ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ അവർ പശുവിന്റെ പേര് പറഞ്ഞു, ഇന്ന് ഇവരാണ് പശുവിന്റെ പേര് പറയുന്നത്. ഇന്നലെ അവർ അയോധ്യയുടെ പേര് പറഞ്ഞു, ഇന്ന് ഇവരാണ് അയോധ്യയുടെ പേര് പറയുന്നത്. അവർ മധുരയുടെ പേര് പറയുന്നു, ഇവർ നാളെയാണ് മധുരയുടെ പേര് പറയാൻ വേണ്ടി പോകുന്നത്. എപ്പോഴെല്ലാം BJP എടുത്തുള്ള ഹിന്ദുത്വ നിലപാട് അത് മൃദു ഹിന്ദുത്വ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ അതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പോ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെടുന്നതിന് ഞങ്ങൾ അംഗീകരിക്കുന്നൊന്നുമില്ല. അവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അധ്യക്ഷന്മാരും ഓടി വരുന്നതിനും ഞങ്ങൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, അത് വിമർശിക്കുന്നുമില്ല. പക്ഷെ അങ്ങനെയെല്ലാം ഓടി വരുമ്പോൾ മൂക്കിന് തൊട്ട് താഴെ പശുവിന്റെ പേരിൽ അടിച്ചു കൊന്നിട്ടുള്ള ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖിനെ ഒന്ന് കാണാൻ, ജുനൈദ് ഖാനെ ഒന്ന് കാണാൻ, അതൊന്നും പോകാൻ എന്തേ കണ്ണു കാണാത്തത്? എന്തേ കണ്ണു കാണാത്തത്? ഞങ്ങളോടാണ് ചോദിച്ചത്. ദാദ്രിയിലെ അഖിലാഖിന്റെ അടുത്തും അതുപോലെ തന്നെ ജുനൈദിന്റെ അടുത്തും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയിരുന്നു. ചോദ്യം ചിലപ്പോ BJP-കാരനോടായിരിക്കും. അതേ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ ഏത് നേതാവാണ് പോയത്? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ടുണ്ട്. നജീബിന്റെ വീട്ടിൽ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നോക്കൂ, ഇവിടെ ഭാരതത്തിലെമ്പാടും ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടി അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലേക്ക് രാഹുൽ ഗാന്ധി ആളെ അയച്ച് സഹായിക്കുന്നു. ഈ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം പാർലമെന്റ് അക്രമം നടന്നത് എപ്പോഴാണ്. പാർലമെന്റ് അക്രമം നടന്നതിന് ശേഷം ഈ രാജ്യത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ പാർലമെന്റും തീരുമാനിച്ചത് ഇനി പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ചയില്ല. ഇനി പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു നേതാവും കടന്നു പോകില്ല. നമ്മളോട് ആരോടും പറയാതെ, അതുപോലെ തന്നെ പാർലമെന്റിൽ പറയാതെ, നവാസ് ഷെരീഫിന്റെ പിന്നെ ബർത്ത്ഡേക്ക് അവിടെ പോയി വിമാനത്താവളത്തിൽ പോയി കെട്ടിപ്പിടിച്ച് കടന്നിറങ്ങിയ BJP-കാരന് എന്ത് ദേശീയ നിങ്ങൾ പറയുന്നത് ബാലിശമായ കാര്യമാണ്. ഒരു രാഷ്ട്രത്തലവൻ, ഭാരതത്തിന്റെ രാഷ്ട്രത്തലവൻ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് ഉണ്ടായത്.
ഞാൻ പറയട്ടെ, ഏറ്റവും ആദ്യം ചായ കുടിക്കാൻ പോയതല്ല. അല്ലല്ല, പറയാനുമതി ആദ്യം. അതായത് നിങ്ങൾ ചോദിച്ചത് ആദ്യം പറയാനുമതിക്ക് തന്നെ. അതായത് ഭാരതത്തിലെ പ്രധാനമന്ത്രി ലോകത്തെമ്പാടും യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര ചെയ്തതിന്റെ ഗുണം നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പാകിസ്ഥാനെ കോർണർ ചെയ്യാൻ കാരണം രണ്ട് ഗുണം പറഞ്ഞേ. നമ്മളിപ്പോ അനുഭവിക്കുന്ന ഒന്നാമത്തെ ഗുണമാണ് സാർ, എവിടെ 15 ലക്ഷം രൂപ, എവിടെ ഈ പറയുന്ന പുറത്തുനിന്ന് കൊണ്ടുവന്ന ഓയിലിന്റെ വില. ഒരു മിനിറ്റ് നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഹിന്ദി അറിയോ? ഹിന്ദി അറിയോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞോട്ടെ, ചോദ്യം എന്നത് ഭാഷ അറിയോ? അറിയുമല്ലോ. ഭാഷ അറിയാലോ. നിങ്ങൾ ആ ക്ലിപ്പ് ഇവിടെ കാണിക്കാൻ പറ്റുമോ? ക്ലിപ്പ് കാണിക്കാൻ പറ്റുമോ? ആ ക്ലിപ്പിൽ എന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ആ ക്ലിപ്പ് കാണിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ വിവർത്തനം ഞാൻ പദാനുപദം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്താ ഉള്ളത്. നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ ഇത്തരം നുണ വിളിച്ചു പറയാൻ വേണ്ടി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞത് പറയാൻ 15 ലക്ഷം എന്തുണ്ട്? പറഞ്ഞിട്ടില്ല. 15 ലക്ഷം എന്ന് പറഞ്ഞിട്ടില്ലേ? സാർ 15 ലക്ഷം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, 15 ലക്ഷം എന്ന് പറഞ്ഞ അർത്ഥം 15 ലക്ഷം കൊടുക്കാനാണോ? അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം വേണമെങ്കിൽ ഞാൻ ചോദിച്ചത് വെറുതെ അല്ല. ഇവിടെ എത്രയോ ആളുകൾ ഇരിക്കുന്നുണ്ട്, അവർക്ക് മിക്കവാറും ആളുകൾ ഹിന്ദി ഭാഷ അറിയാമായിരിക്കും. മനസ്സിലാക്കിയ കാര്യം മാത്രമല്ല, ഈ പ്രസ്താവന, ഈ പ്രസംഗം അദ്ദേഹം നടത്തിയത് UP-യിലാണ്. UP എന്ന് പറയുന്നത് ഹിന്ദി ബെൽറ്റാണ്. ഹിന്ദി അറിയുന്ന അവരുടെ മാതൃഭാഷ, മണ്ണിന്റെ ഭാഷ ഹിന്ദിയാണ്. ആ ഹിന്ദി അറിയുന്ന നാട്ടിലാണ് നരേന്ദ്രമോദി ഈ പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗം നടത്തിയത് കളവും തെറ്റുമായിരുന്നെങ്കിൽ 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ UP-യിൽ ഇലക്ഷൻ വന്നു. ഞാൻ പറഞ്ഞുതരാം സാർ, ഇതൊന്ന് കേൾക്കൂ. 6 മാസം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അവിടെ ഇലക്ഷൻ വന്നു. 320 സീറ്റോട് കൂടി 3-2 ഭൂരിപക്ഷം നേടി യോഗി ആദിത്യനാഥ് അവിടെ അധികാരത്തിൽ വന്നു. അപ്പൊ ഇവിടെ വ്യക്തമാണ്, അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള അഴിമതി, കഴിഞ്ഞ 6 പതിറ്റാണ്ടായി നടത്തിയ അഴിമതി, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ അഴിമതികൾ, ഇതിന് മുന്നേ ഉള്ള 10 നടത്തിയ അഴിമതികൾ, അതിൽ മാത്രം 12 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് കണക്കാക്കിയത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. 12 ലക്ഷം കോടി രൂപ എന്നുള്ള എഴുതണമെങ്കിൽ 12 ലക്ഷം എന്ന് എഴുതണം. പിന്നെ അതിനുള്ള കോടിന്റെ പൂജ ഇടണം. ഇത്രയും പൂജ എഴുതിയ വായിക്കാനുള്ള മാനസികാവസ്ഥയും ഒരു ഇതൊന്നും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇല്ല, അറിയില്ല. എനിക്കും അറിയില്ല വായിക്കാൻ വേണ്ടി. അത്രയും വലിയ ഇങ്ങനെ എഴുതി നോക്കി വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ വലിയ സംഖ്യയെ ഈ കോൺഗ്രസ് പാർട്ടി നാടിനെ കൊള്ളയടിച്ച, ഇവിടുന്ന് കടത്തി കൊണ്ടുപോയ ആ പണത്തിന്റെ ആ കൊള്ളയടിച്ച പണത്തിന്റെ വ്യാപ്തിയെ, അളവിനെ കാണിക്കാൻ വേണ്ടി, ശരി, ഇപ്പോൾ അളവിന്റെ വ്യാപ്തി എത്രയുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, ശരി, ഇപ്പോൾ ആ അളവിന്റെ വ്യാപ്തി പറഞ്ഞ ആ അളവിനെ മനസ്സിലാക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട്, അവിടുത്തെ സാധാരണക്കാരനോട് മോദി പറഞ്ഞു, ഈ ഇത്രയും വലിയ തുക അത് മുഴുവനായി നമ്മുടെ കൈകളിൽ കിട്ടിയാൽ ഈ പാവപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ എടുക്കാൻ അത്രയും ഉണ്ട്. അതിന്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയാണ്. കള്ളപ്പണത്തിൽ നിന്ന് എത്ര കോടി എടുക്കാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നു, 2014 അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന ഒരു വർഷം കഴിയുമ്പോൾ 1.25 ലക്ഷം കോടിയുടെ കള്ളപ്പണമാണ് പിടിച്ചെടുത്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രേഖയാണ് അതൊക്കെ. ഓക്കെ, അതേപോലെ ഞങ്ങള് ഈ നോട്ട് നിരോധനം നടത്തിയതിനു ശേഷം ഞങ്ങള് 15 ലക്ഷം, ഞാൻ പറയട്ടെ, 15 ലക്ഷം കോടി രൂപയുടെ പണം സംഭവിച്ചില്ല. കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഈ ഭരണമൊക്കെ മാറി വന്നതിന് ശേഷം ഒരു യോഗം നടന്നു, കുടുംബശ്രീ പ്രവർത്തകരുടെ യോഗമാണ്. അവിടേക്ക് ആ യോഗത്തിലേക്ക് ആദ്യം തന്നെ പോകുന്നത് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ മാനേജറാണ്. ആ യോഗം സംഘടിപ്പിക്കുന്നത് BJP-യുടെ 2 പ്രാദേശിക പ്രവർത്തകരാണ്. അവർ പറയുന്നത് 15 ലക്ഷം രൂപ കിട്ടുന്നതിന് വേണ്ടിയുള്ള യോഗം എന്നാണ്. എന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടുന്നില്ല. എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോ അദ്ദേഹം അതിനകത്ത് നിന്നിട്ട് BJP-ക്കാർ വിശദീകരിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്ക് എവിടെയാണ്, ഇതാണ് പ്രസംഗം, നിങ്ങൾക്ക് എവിടെയാണ് അക്കൗണ്ട്? അത് അപ്പോൾ അവർ പറഞ്ഞു, കുറ്റ്യാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ. മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിലൊന്നും അക്കൗണ്ട് ഇല്ല. സർവീസ് സഹകരണ ബാങ്കിലെ ചപ്പടാഴ്ച അക്കൗണ്ടിലേക്കൊന്നും 15 ലക്ഷം രൂപ വരില്ല. എവിടെ വരണം? നാഷണലൈസ്ഡ്, ഞാൻ പറയട്ടെ, വിവേകാനന്ദ സേവാ സമിതി എന്നുള്ള പേരിൽ നോട്ടീസ് അച്ചടിച്ചിട്ടാണ് യോഗം നടത്തിയത്. കുറ്റ്യാട്ടൂർ ബാങ്കിന്റെ ബ്രാഞ്ചിലെ സിൻഡിക്കേറ്റ് മാനേജറാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ യോഗത്തിൽ വെച്ച് ഇവരുടെ പ്രസംഗം എന്ന് പറയുന്നത് 15 ലക്ഷം 100 ദിവസത്തിനകം വരാൻ വേണ്ടി പോകുന്നു.
നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള അത് അഭിപ്രായം നിങ്ങളെ ഞങ്ങൾക്കില്ല. ട്രോൾ ചെയ്താ ബിജു. അല്ല. നിങ്ങളെ ട്രോൾ ചെയ്താ അയ്യോ, പറയണത്. നിങ്ങൾ പറഞ്ഞതാണ് ശരി. ആ. ഇപ്പോ ഇല്ലാത്തൊരു കഥയാണ് ബിജു പറഞ്ഞത്. ആ. സത്യമാണ്. ഞങ്ങൾ അവിടെ കുറ്റാട്ടറിലും മയ്യിലും അകലാം 12ഓളം ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടി അറിയോ? ജൻധൻ യോജന എന്ന് പറയുന്ന ആ പരിപാടിയിലേക്കാണ് ക്ഷണിച്ചത് ആളുകളെ. അവിടെ അനവധി ആയിരങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവര് അക്കൗണ്ട് എടുത്തു. എന്തുകൊണ്ടാണ് അക്കൗണ്ട് എടുത്തവര്? ഇതിനു മുന്നേ അവർക്ക് അക്കൗണ്ട് ഇല്ല, നാട്ടില് ബാങ്ക് അക്കൗണ്ട് ഇല്ല. എന്താ സംഭവിച്ചത്? ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ജൻധൻ അക്കൗണ്ട് എടുത്ത ആളുകളുടെ മിനിമം ബാലൻസ് നിന്നും പൈസ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ആളുകൾക്ക് പൈസ സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞു? മിനിമം ബാലൻസ് 3000 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് എടുത്ത് SB അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ജൻധൻ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 3000 രൂപ മിനിമം ബാലൻസ് വേണം. ഇല്ലെങ്കിൽ ഓരോ മാസവും 46 രൂപ വെച്ച് കട്ടാവും. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്നും കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജൻധൻ അക്കൗണ്ടിലേക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. നമ്മുടെ നാട്ടിലെ ചെരുപ്പ് കുത്തി അഡ്രസ് ഇല്ലെങ്കിലും അവന് പോലും അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പാകത്തിലാണ് ഈ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. മുന്നേ ഒക്കെ അക്കൗണ്ട് ഞാനൊക്കെ എസ് എം കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. അത് എടുക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് 2 പേരെ ഇത് വേണം, എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ വേണം. 2 ഉദ്യോഗസ്ഥന്മാർ ഇൻട്രൊഡക്ഷൻ ചെയ്യണം. 1000 രൂപ 500 രൂപ അക്കൗണ്ടിൽ ഇടണം. എന്നാൽ മാത്രമേ അക്കൗണ്ട് കിട്ടുള്ളൂ. ഇന്ന് ഈ അക്കൗണ്ട് ജൻധൻ അക്കൗണ്ടിലൂടെ സംഭവിച്ചത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. ഇപ്പോഴും അതെ സീറോ ബാലൻസ്. ഞാൻ പറയട്ടെ, അതെ UPA ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് സീറോ ബാലൻസിന് സബ്കാ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ആദ്യം പറയാൻ മതി. നിങ്ങൾ ഓടിപ്പോയി അങ്ങോട്ട് ഞാൻ പറയട്ടെ. സീറോ ബാലൻസ് അക്കൗണ്ട് ജൻധൻ അക്കൗണ്ടിലൂടെ ഇവിടുത്തെ പാവങ്ങൾക്ക് നേരത്തെ തൊഴിലുറപ്പിന്റെ പൈസ അവിടുത്തെ നേതാവിന് കൈ കിട്ടും. അവര് കൊടുത്തു ഇല്ലെങ്കില്ല. അങ്ങനെ സബ്സിഡി, ഇന്നും സബ്സിഡി പലപ്പോഴും പല പാടശേഖരത്തിന്റെയും പേരിൽ വരും. അത് ആളുകൾക്ക് കിട്ടില്ല. ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി പെൻഷൻ അത് കൈകളിലൂടെ മാറി അവിടെ എത്താത്ത അവസ്ഥ. ട്രാൻസ്ഫർ ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൊടുക്കാനുള്ള പദ്ധതിയായിട്ട് ഞങ്ങൾ ജൻധൻ അക്കൗണ്ട് കൊണ്ടുവന്നത് അതിനുവേണ്ടിയായിരുന്നു. ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ബാങ്കിങ് എന്നുള്ള സംവിധാനം, ആ ബാങ്കിങ് സംവിധാനത്തെ കുറിച്ചും പണമിടപാടിനെ കുറിച്ചും അറിയാത്ത അനവധി കോടി ആളുകൾ, ഞാൻ പറയട്ടെ, 37 കോടി ആളുകൾ ഈ അക്കൗണ്ടിലൂടെ പണം നിക്ഷേപിക്കുകയും പണം ഉപയോഗിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഈ അക്കൗണ്ടിൽ പാവങ്ങൾക്ക് ആരുടെയും ശുപാർശ ഇല്ലാതെ, ആരുടെയും ജാമ്യമില്ലാതെ 5000 രൂപ അവർക്ക് ഏറ്റവും കൂടുതൽ ജൻധൻ അക്കൗണ്ടുകൾ തുറന്ന 3 സംസ്ഥാനങ്ങളിൽ പിന്നെ BJP എന്തേ തോറ്റുപോയി? ലോൺ കിട്ടുന്നില്ല. എന്തേ BJP തോറ്റുപോയി? BJP തോറ്റെന്ന് പോയി പറഞ്ഞ എന്താ അർത്ഥം? ഇത് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു നാടാണ്, ജനാധിപത്യ നാടാണ്. BJP ഒരിക്കലും തോക്കാൻ പാടില്ലാത്ത പാർട്ടിയാണോ? ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആളുകൾക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അല്ല, ജൻധനിൽ പറയുമ്പോൾ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയണല്ലോ. ഈ ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന സബ്കാ ഖാത്ത എന്ന് പറയുന്ന സീറോ ബാലൻസ് അക്കൗണ്ടിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നേരത്തെ ബിജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ സേവാ സമിതിയുടെ പേരിൽ നാട് മുഴുവൻ അവിടെ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ടുകൊണ്ട് ഇരുന്ന് ആളെ പറ്റിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞു വരുന്ന 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും, അത് ഞങ്ങൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവിടെ നടത്തിയിട്ടുള്ളത്. ഏത് मेरे प्यार देशवासियों सबका खाता में 15 लाख रुपया आएगा എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം പറഞ്ഞ ആളാണ് ഈ നരേന്ദ്രമോദി. ഈ ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. मेरे प्यार देशवासियों आपका खाते में 15 लाख आएगा आपको अच्छा दिन आएगा എന്ന് പറഞ്ഞ ആ പാർട്ടിയാണ്. രാജീവ്, ഇത്തരം ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയുമ്പോ നിങ്ങൾ അത് കേട്ട് കൈകൊണ്ടിരിക്കേണ്ട ആളല്ല. നിങ്ങൾ പറയാം അല്ലല്ല ഇത്
തോന്നിയാസാണ്. ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ കേൾക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെക്കാം, കേൾക്കാം, നമുക്ക് പറയാത്. നമ്മൾ ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൊച്ചിയിലെ PCR ഇരിക്കുന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഇത് നമുക്ക് വേണ്ടി കേൾപ്പിക്കും. എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത് ചർച്ചയ്ക്ക് മുമ്പ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അതിനു മുമ്പ് നിലവിൽ ഉയർത്തിയിരിക്കുന്ന പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും, നരേന്ദ്രമോദി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പല സാമ്പത്തികമായ പരിഷ്കരണങ്ങളും, ചിലത് പാളിപ്പോയി, ചിലത് ഫലം കാണുന്നു, പല ജൻധൻ പോലെയുള്ള ജനകീയമായ ബാങ്കിംഗ് അക്കൗണ്ടുകൾ, ഇതൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ പോലൊരു മേഖലയിൽ ഉത്തര കേരളത്തിൽ എങ്ങനെയായിരിക്കും ബാധിക്കാൻ സാധ്യതയുള്ളത്? അതല്ല ഇതിനൊക്കെ അപ്പുറം ശബരിമലയായിരിക്കുമോ BJP-യുടെ ഇത്തവണത്തെ തുറപ്പ് ചീട്ടും? അല്ലല്ല, നവലിബറൽ നയങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും കണ്ണൂരിലെ ജനത. കണ്ണൂർ എന്ന് പറയുന്നത് തറികളുടെ നാടാണ്. തറികളുടെ നാടാണ് കണ്ണൂർ. തറികൾ മാത്രമല്ല ഉള്ളത്, ബീഡി ഉൾപ്പെടെയുള്ള, കശുവണ്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് പരമ്പരാഗത വ്യവസായങ്ങളുടെ നാടായിരുന്നു ഈ കണ്ണൂർ. കണ്ണൂർ ഇപ്പോഴും സാധാരണക്കാരന്റെ നാടാണ്. മണ്ണിൽ അധ്വാനിക്കുകയും തൊഴിലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന, പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെടുന്ന, കള്ളുചത്തൊഴിലിൽ ഏർപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ടവരുടെ നാടാണ് കണ്ണൂർ. സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക നയങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള വലിയ ഭാരം അത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാവുക. ഇത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാവുക. സ്വാഭാവികമായും നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJP-യുടെ ഒരേ തൂവൽ പക്ഷിയാണ് കോൺഗ്രസ് എന്നുള്ള കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് മറുപടി എനിക്ക് അതിനുശേഷം ഓഡിയൻസിലേക്ക് പോകണം. വളരെ പെട്ടെന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ BJP-യുടെ സുഹൃത്ത് ഒരുപാട് സമയം ഇവിടെ ഗീർവാണ പ്രസംഗം നടത്തി. ഒരു വസ്തു ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് കിട്ടിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. സുനാഗർ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ചർച്ചക്കകത്ത് വെല്ലുവിളിച്ചു ആളുകൾ. നിങ്ങൾ ആ വീഡിയോ ഒന്നും പ്രദർശിപ്പിക്കണ്ട. വെല്ലുവിളിച്ചപ്പോ സുനാഗറിനെ തന്നെ കാണിച്ചു കൊടുത്തു ആ ചർച്ചയിൽ ആളുകൾ. സുനാഗർ ഒരു കാര്യം മനസ്സിലാക്കണം, സുനാഗറിന്റെ പാർട്ടിക്കും സുനാഗറിന്റെ മോഡിക്കും മാത്രമാണ് ഈ രാജ്യത്ത് ഹിന്ദി അറിയാവുന്ന ആ താല്പര്യം മാറ്റിവെക്കണം. കാരണം ഞാൻ പറയാ ഹിന്ദി ഹൃദയഭൂമിയിൽ വെച്ച് ഒരു ലക്നൌവിലെ റാലിയിൽ മാത്രമല്ല ഇത് പറഞ്ഞത്. രാജ്യത്ത് 100 കണക്കിന് റാലികളിൽ വിളിച്ചു പറഞ്ഞത് 15 ലക്ഷം പേർ 100 ദിവസം കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന കള്ളപ്പണം, സ്വിസ് ബാങ്കിൽ അടക്കപ്പെട്ട പണം, സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള പേരിൽ അടക്കപ്പെട്ട പണം കൊണ്ടുവരുന്ന നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. ആരുടെ പണമാണ് നിങ്ങൾ ചെയ്തത്? എന്താണ് ഈ രാജ്യത്തിനകത്ത്? ലളിത് മോഡിയെയും നീരവ് മോഡിയെയും വിജയ് മല്യയെയും സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് പാസ്പോർട്ട് പോലും വിദേശത്ത് എത്തിച്ചു കൊടുത്ത് ഈ രാജ്യത്തെ കൊള്ളയടിച്ചു എന്ന് ഈ 5 വർഷം കൊണ്ട് രാജ്യത്ത് 33,000 കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട്, റാഫേൽ അഴിമതി നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഒറ്റ കാര്യം, ഈ ലളിത് മോദിയും നീരവ് മോദിയും ഈ പറയുന്ന വിജയ് മല്യ ലോൺ എപ്പോ എടുത്തത്? അത് പറയട്ടെ. ലോൺ എടുത്തത് നിങ്ങൾ എന്തിനാ എഴുതി തള്ളുന്നത്? ലോൺ എടുത്തത് എന്തിനാ എഴുതി തള്ളുന്നത്? ഒരു കാര്യത്, പിന്നെ ഇയാള് പറയുന്ന ശുദ്ധ നോണയല്ലേ എഴുതി തള്ളിയിട്ടുണ്ട് ലോണ്. ഇന്നലെയും കൂടി വിജയ് മല്യ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ 12,000 കോടി നിങ്ങൾ അറ്റാച്ച് ചെയ്തു, എന്നിങ്ങനെ വെറുതെ വിട്ടുവിടുന്നു. 12,000 കോടി റുപ്യ ഇന്ത്യൻ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്തു, ഇനി എങ്ങനെ വെറുതെ. ഇന്നലെ ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ കാണാം ട്വിറ്ററിൽ അയാൾ എഴുതിയിട്ടുണ്ട്. ആര്? വിജയ് മല്യ. ഇതുപോലെ ലളിത് മോഡിയുടെ നീരവ് മോഡിയുടെ പണം ഇവിടെ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഒരു കാര്യം, ഇവിടെ നിന്ന് സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഉന്നതരായ കുടുംബ നേതാക്കന്മാർ അവിടെ നിന്ന് ഫോൺ വിളിക്കും, ലളിത് മോഡിക്ക് 5,000 കൊടുക്ക്, മറ്റേ ഇവന് 10,000 കൊടുക്ക്. ഇങ്ങനെ കുടുംബത്തിന്റെ അകത്തുനിന്ന് വന്ന ഫോൺ വിളികളിലൂടെയാണ് ലോൺ കൊടുത്തതെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദാനി ഉൾപ്പെടെ എപ്പോഴാണ് വളർന്നത്? അദാനി എന്താ 2014 മുതലാളിയായത്? നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, അദാനി ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ലളിത് മോഡി ആയിക്കോട്ടെ, നീരവ് മോദി ആയിക്കോട്ടെ, ഇവരൊക്കെ പണക്കാരനായത് 2014 ശേഷമാണോ? ഒരിക്കലല്ല. 2014 തന്നെ 1000 കോടിയുടെ ആസ്തിയുള്ള ആളാണ് അദാനി. അല്ലേ? ഓസ്ട്രേലിയയിൽ അദാനിക്ക് ബാങ്കിന്റെ ലോൺ കൊടുക്കില്ല, പക്ഷെ ഇന്ത്യയിൽ ലോൺ കൊടുക്കും. അത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇന്ത്യയിൽ പിന്നെന്താ ഇവിടെ നിങ്ങൾക്ക് പോയ ലോൺ കിട്ടില്ലേ? രാജീവ് നിങ്ങൾക്ക് പോയ ലോൺ കിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത്, രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അഴിമതി, വിലക്കയറ്റം, അതുപോലുള്ള ജനജീവിതങ്ങളെ ദുരിതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ അധികാരം ഏറ്റെടുത്തത്. ഏറ്റവും അവസാനം കണ്ടത് അഴിമതിയുടെ മാത്രം കാര്യം പറയാം. ലളിത് മോഡിയെ ഞാൻ വിട്ടു, നീരവ് മോഡിയെ ഞാൻ വിട്ടു, വിജയ് മല്യ ഒക്കെ ഞാൻ വിട്ടു. പക്ഷേ ഒരൊറ്റ കാര്യം, അത് എന്നെ ഒരു കാര്യം സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ജനാധിപത്യ പൂർണ്ണമായി കേട്ടിട്ടുണ്ട്. അല്ല, ഒരു മിനിറ്റ്. പക്ഷേ ഒന്നിച്ച് സിന്ദാബാദ് വിളിച്ചു നടക്കുന്ന 1,500 കോടി ഞാൻ നിന്നെ മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞത് ഏത് അഴിമതിയല്ല എന്നാ പറയുന്നത്? ആർക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റും? ഒന്നിച്ച് സിന്ദാബാദ് വിളിക്കുന്നവരോട് 1,000 കോടി തന്നെ, ഒരു 300 കോടി തന്നെ, നിന്നെ ഞാൻ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറയുന്ന പാർട്ടി ഏതാ ഉള്ളത് ഇവിടെ? ഏത് പാർട്ടിയുള്ളത്? അഴിമതിയുടെ കൂടാരം മുഖ്യമന്ത്രിയാക്കാൻ ഒന്നിച്ച് സിന്ദാബാദ് വിളിക്കുന്നവരോട് പറയുന്നത്
പറഞ്ഞ കാര്യങ്ങള് ബിജു വായിച്ചത് എവിടെയാ? കാരവൺ എന്ന് പറഞ്ഞ ഒരു മാസികയല്ല. കാരവൺ ആരുടെ മാസിക? ഡക്കാൻ ഹെറാൾഡിന്റെ സബ്സിഡറി കാരവൺ എന്ന് പറഞ്ഞ സാധനം. അതാരുടെ അടക്ക് കാരവൺ എന്ന മാസിക എന്താണുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് സൈബർ മാസികയാണ്. ഇതിന്റെ അകത്താണ് ഈ വാർത്ത വന്നത്. ഈ വാർത്ത ശുദ്ധ നുണയാണുള്ളത് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. ഈ കളവ് വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് നാളെ അത് തെറ്റാന്ന് പറഞ്ഞ് ചെറിയൊരു വാർത്ത കൊടുത്തുകൊണ്ട് ഒരു ലാഭമില്ല. ഇന്ന് നടക്കുന്നത് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു. ഈ ഡയറിയും ഈ കാര്യം തെളിയിക്കട്ടവര്. ആ ഡയറി അയാളെ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു അപശകുനം പോലെ എം കെ രാഘവന്റെ വ്യാജ വീഡിയോ ഇത് എങ്ങനെയായിരിക്കും കോഴിക്കോടിനടുത്ത് കിടക്കുന്ന ഈ കണ്ണൂരിൽ വരുന്നത്? അരുൺ പറഞ്ഞതാണ് അതിൽ ഏറ്റവും ശരിയായ കാര്യം. ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വ്യാജ വീഡിയോ ഈ രാജ്യത്തിനകത്ത് 19ഓളം വരുന്ന പാർലമെന്റ് അംഗങ്ങളുടെ വ്യാജ വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ റെഡിയാക്കി വെച്ചതിലാണ് പ്രിയപ്പെട്ട എം കെ രാഘവനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപമായി വരുന്നത്. കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സഹയാത്രിക അതിന്റെ പിന്നിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ടിവിയിൽ BJP അനുകൂല ചാനലായാലും ആ ചാനലിനകത്ത് കൃത്യമായ അജണ്ടയോടുകൂടി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന അജണ്ട അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. രാഘവനെ പരാജയപ്പെടുത്താൻ CPM-ഉം BJP-യും ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടാക്കിയ ഒരു തരം സൈബർ ആരോപണമാണ് ഇത് എന്ന് മാത്രമേ പറയാം. നിങ്ങള് എം കെ രാഘവന്റെ ഡയറിയെ കുറിച്ച് പറയുമ്പോൾ വ്യാജ വീഡിയോ അതേപോലെ നിങ്ങൾ പറയൂടെ വീഡിയോ അതേപോലെ വ്യാജമാണ് ഈ സംഭവം എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ID ഡിപ്പാർട്ട്മെന്റും പറഞ്ഞതാണ് ഈ ഡയറി. അതിനെ കുറിച്ച് നിങ്ങൾ ആര് പറഞ്ഞില്ലെന്ന് അവർ റിപ്പോർട്ട് രാഘവന്റെ കേസ് മാത്രമാണ് ഇവർ പറയുന്ന വ്യാജം. ബാക്കിയെല്ലാം ഇവർക്ക് അമൃതാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ് നടത്തിയ പത്രസമ്മേളനത്തിൽ എല്ലാ പത്രപ്രവർത്തകന്മാരും ഈ ക്ഷണവും ജയ് ഹിന്ദ് മൊഴിയെ ആവർത്തിച്ചു ചോദിച്ചു, എന്താണ് CPM ലിങ്ക്, എങ്ങനെയാണ് CPM ആയിട്ട് ലിങ്ക്? ഒരു അക്ഷരം ഇണ്ടാൻ വേണ്ടി പറ്റിയില്ലല്ലോ. ഇതെല്ലാം ഷെയർ ചെയ്ത് CPM-കാരാണ്. ഇതല്ലേ ന്യായമുള്ളൂ? ഇത് മാത്രമല്ലേ കേരളത്തിൽ ഇടതുപക്ഷത്തോട് അടുത്ത കാലത്ത് യോജിക്കാവുന്ന ഒരു വലിയ പാത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർക്ക് ഇതിനകത്ത് ശക്തമായ പങ്കുണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ഒരു വലിയ പത്ര മുതലാളിക്ക് അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ ഇവർ കാണാൻ വന്നിരുന്നു എന്നുള്ളത് ശ്രീ എം കെ രാഘവൻ തന്നെ സമ്മതിച്ച കാര്യമാണ്. ഇവർ സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് ചെലവിനെ കുറിച്ചാണെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ എഡിറ്റിംഗിൽ താൻ പറയാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. 20 കോടിയോളം രൂപ ചെലവ് വരുമെന്നും താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിനും വ്യക്തമായ ചില സൂചനകൾ കിട്ടുന്നില്ലല്ലോ രജിത്. അതായത് ഇവർ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു, ചില കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടാകുമെന്ന സംശയം, അതിനപ്പുറത്തേക്ക് വ്യാജം എന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയാൻ എന്ത് തെളിവ് നിങ്ങൾ എങ്ങനെയൊരു തെളിയിക്കും? കൃത്യമായി എം കെ രാഘവൻ തന്നെ ആ വീഡിയോ കണ്ടതിന് ശേഷം പറഞ്ഞു, ഞാൻ പറയാത്ത കാര്യങ്ങൾ, എന്റെ സ്വരമല്ലാത്ത ചില സ്വരങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് ചെലവിനെ കുറിച്ച് ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാൻ വന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ സഹായത്തിന് ഞാൻ ഒരു കാരണവശാലും അവരോട് പ്രതിഫലമോ മറ്റ് ചർച്ചകളോ ഒന്നും നടത്തിയിട്ടില്ല. അവരോട് എന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യൂ എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാണ് എം കെ രാഘവൻ പറഞ്ഞത്. അല്ലാതെ അവരോട് കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പിൽ ചെലവായതോ കോടിക്കണക്കിന് രൂപ നിങ്ങൾ വേണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ട് കൃത്യമായി എന്നുള്ളത് എം കെ രാഘവനെ മാത്രം കൊടുക്കാനുള്ള പദ്ധതിയായിരുന്നില്ലല്ലോ. അതിൽ 5ഓളം മറ്റ് BJP വിമർശിച്ച മറ്റ് MP-മാരും കുടുങ്ങിയിട്ടുണ്ടതിൽ. നിരവധി MP-മാരുടെ ഒരു സീരീസ് തന്നെയാണ് അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എം കെ രാഘവൻ പെട്ടുപോവുകയായിരുന്നു എന്നാണ് പുറത്ത് മാധ്യമവൃത്തങ്ങളിൽ പരക്കുന്ന വാർത്ത.
അത് ശരിയായിരിക്കുമോ? ഒരിക്കലുമല്ല. എം കെ രാഘവനെ കേരളത്തിൽ ഏറ്റവും ശക്തമായി മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കോഴിക്കോട്. അദ്ദേഹത്തിന്റെ ജനകീയ ബന്ധം കൊണ്ട് അവിടെ ഇടതുപക്ഷത്തിന് ഇനിയും ജയിച്ചു വരാൻ സാധിക്കില്ല, BJPക്ക് വളർന്നു വരാൻ സാധിക്കില്ല. എം കെ രാഘവനെ ഗൂഢാലോചനയുടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. വാക്കത്തി കൊണ്ട് വെട്ടുന്നതിന് പകരം വ്യാജ വീഡിയോ കൊണ്ട് വെട്ടിത്തീർക്കാനുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാൻ പറ്റൂ. അതിനു മുമ്പ് താങ്കളുടെ അഭ്യർത്ഥന പ്രമാണിച്ച് മോദിയുടെ പ്രസംഗം കേൾപ്പിക്കാൻ പോകും. കേൾക്കാം. ഇപ്പോൾ 24-ൽ അത് വീണ്ടും പല തവണ നമ്മൾ പല രീതിയിൽ പല സ്ഥലങ്ങളിലായി പലരെ ബോധിപ്പിക്കാൻ വേണ്ടി പ്രദർശിപ്പിച്ച വീഡിയോ ഒരിക്കൽ കൂടി. ये हमारी चोरी किया हुआ पैसा वापस आना चाहिए कि नहीं आना चाहिए? ये काला धन वापस आना चाहिए? ये चोर लुटेरों से एक एक रुपया वापस लेना चाहिए? इस रुपयों पर जनता का अधिकार है कि नहीं है? ये रुपया जनता के काम आना चाहिए? अरे एक बार ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में 15-20 लाख रुपए यूं ही मिल जाएगा. कितने रुपये? അതാണ് പറഞ്ഞത്. അതെ, അതന്നെ ഞാനും പറഞ്ഞത്. എന്താണ്? ഞാൻ ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യം പറഞ്ഞത്. എന്താണ്? ഇത്രയും വലിയ തുക ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, ഈ സാധനം പിടിച്ചെടുക്കാൻ സാധിച്ചാൽ, ഓരോ പാവപ്പെട്ടവനും 15 ലക്ഷം 20 ലക്ഷം രൂപ എടുക്കാൻ മാത്രമല്ല. ഇവിടെ ഹിന്ദി വളരെ കൃത്യമായി പരിഭാഷപ്പെടുത്തുവാനാണ് നമുക്ക് പോണ്ട്. ഹിന്ദി ഹിന്ദി അതോട്ട് പറ. കാലേധൻ ഒരു കള്ളപ്പണം. एक रुपया ഓരോ രൂപയും 15 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം. ഒന്നും കൂടെ വെച്ചോളൂ. കാലേധൻ എന്ന് പറഞ്ഞാൽ കറുപ്പ് റുപ്യ. ഓരോ രൂപയും നിങ്ങൾക്ക് 15 മുതൽ 20 ലക്ഷം രൂപ എന്നാണ് ഇതിന് ഇപ്പൊ വീഡിയോയിൽ ഈ കാണിച്ച വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. 15 ലക്ഷം രൂപ നിങ്ങളുടെ നിങ്ങളുടെ ഖാത്തയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ട് ഒരിക്കൽ കൂടി ആ വീഡിയോ നമുക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് പ്രദർശിപ്പിക്കണം. ഒരിക്കൽ കൂടി കാലാധൻ ഉണ്ടോ അക്കൗണ്ട് ഉണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സംശയം. ഒരിക്കൽ കൂടി हमारी चोरी किया हुआ पैसा वापस आना चाहिए कि नहीं आना चाहिए? ये काला धन वापस आना चाहिए? ये चोर लुटेरों से एक एक रुपया वापस लेना चाहिए? इस रुपयों पर जनता का अधिकार है कि नहीं है? ये रुपया जनता के काम आना चाहिए? अरे एक बार ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, भी हम रुपये ले आए, तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में 15-20 लाख रुपए यूं ही मिल जाएगा. कितने रुपये? ബേബി സുനാഗരെ, ഇത് ആടിനെ പട്ടിയാക്കണ്ട. ഇതിന്റെ അകത്ത് കൃത്യമായി ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങളുടെ ഗവൺമെന്റ് മിഷനറി ഉപയോഗപ്പെടുത്താൻ നിങ്ങളല്ലേ താമസിച്ച് 100 ദിവസം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, ഈ കള്ളപ്പണം ദരിദ്രന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം നിങ്ങളല്ലേ? നമ്മളാണോ? നിങ്ങൾ വീണ്ടും കേട്ടില്ലേ? കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് കളവ് പറയരുത്. എടുക്കുമ്പോഴും BJP മുന്നണിയും കോൺഗ്രസ് മുന്നണിയും ഇങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കും. ഇതൊന്നും യഥാർത്ഥത്തിൽ ബദലല്ല. കാരണം രണ്ടുപേരും നടപ്പിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപകടകരമായിട്ടുള്ള ഈ സാമ്പത്തിക നയമാണ് ഇവർ രണ്ടുപേരും നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ട് BJP കൂടുതൽ അപകടകരമാകുന്നു? അവർ വിഘടിപ്പിച്ച് ഭരിക്കുന്നതിന്റെ കൂടി വക്താക്കളാകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. ഗരീബി ഹട്ടാവോ, ഗരീബി ഹട്ടാവോ, ഗരീബി ഹട്ടാവോ എന്തായി? പറയാൻ പൈസ കൊടുക്കാൻ
നമുക്ക് ഗരീബി ഹഠാവോ ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ എവിടെ പോയി? എന്തുകൊണ്ടാ? നിങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അഖിലേന്ത്യാ പാർട്ടി അല്ലല്ലോ. കേരളത്തിൽ മാത്രം സർക്കാരിന്റെ കാലത്ത് മക്കളെ ഞങ്ങൾ കൊടുത്ത വാഗ്ദാനം ഇവിടെ പാലിക്കപ്പെട്ടു. ഒന്നാം യു പി എ സർക്കാർ മറന്നു പോകണ്ട. ഞങ്ങൾ ഒന്നാം യു പി എ ഗവൺമെന്റ് കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിൻ്റെതാണ് പറയുന്ന ദാനി തോന്നിവാസാണ്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ കാണിച്ചു. 2004 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോവിൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു. 2004 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോവിൽ ദേശീയ ഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ല. 2004 കോൺഗ്രസിന്റെ വനിതാ സമരം നടപ്പിലാക്കുന്നുണ്ടായിരുന്നോ? പ്രോഗ്രാമിൽ വന്നതാണ്. രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയാ? അതുകൊണ്ട് എല്ലാ ദുരിതങ്ങളും ഉണ്ടായി. വിലക്കയറ്റം ഉണ്ടായി, അഴിമതി ഉണ്ടായി, കർഷകന്റെ ആത്മഹത്യ ഉണ്ടായി, ഈ രാജ്യത്ത് കാതലായ സാമ്പത്തിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പാർട്ടി കോൺഗ്രസും ഭരണകർത്താക്കൾ കോൺഗ്രസ് നേതാക്കന്മാരുമാണ്. ഒരു തർക്കം അതിലൊന്നുമില്ല. ഖരീബി ഘടാവോ, ജയ് ജവാൻ ജയ് കിസാൻ, ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഈ രാജ്യത്തിന്റെ കർഷകരുടെയും ഞാൻ പറയാം ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഫലമായി 2004 കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നോക്കാം. 2004 പ്രകടന പത്രിക, കോൺഗ്രസിന്റെ പ്രകടന പത്രിക, അതിനകത്ത് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾ നടപ്പാക്കും. ഒരു മിനിറ്റ് പ്രീ പോളിന് ശേഷമാണ് ഇടതുപക്ഷമായി സഖ്യം ചേരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷമാണ്. അതിനു മുമ്പേ ഞങ്ങളുടെ പ്രകടന പത്രികയുണ്ട്. അതിനുശേഷം നമ്മൾ നടപ്പിലാക്കി. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾ സുനാഗർ ഒരു കാര്യം ചെയ്യേണ്ടത്, 15 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സാധാരണക്കാരെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ചെയ്തിട്ട് പണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ വിഷുവും ഈസ്റ്റർ കൊടുത്തിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ്. തൊഴിലുറപ്പ് പദ്ധതി കൊടുത്തിട്ടില്ല. വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാൻ പെൻഷൻ കൊടുത്തു ഞങ്ങൾ. തൊഴിലുറപ്പ് പദ്ധതി പക്ഷേ ആഘോഷകാലമാകുമ്പോഴേക്ക് അപർണയ്ക്ക് യാതൊരു റോളും ഇല്ലാതിരിക്കുകയായിരുന്നു. കോമൺ മിനിമം പ്രോഗ്രാമിലൂടെ ഇത് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് കോൺഗ്രസുകാർ കൊണ്ടുപോകുന്നു. ഈ ഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെങ്കിലും യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് പ്രോഗ്രസീവ് ആയ ലെജിസ്ലേഷൻ ആയിരുന്നില്ലേ? ആയിരുന്നില്ല. കാരണം തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നാട്ടിലെ സ്ത്രീകളെ ഒരു കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും നാട്ടിൽ പുരുഷന്മാർക്ക് കിട്ടേണ്ടുന്ന മാന്യമായ കൂലിക്ക് കിട്ടേണ്ടുന്ന പണികൾ സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. എന്നിട്ട് വളരെ കുറഞ്ഞ വേതനത്തിന് ആ പണി നടക്കാണ് പോളിസിയാണോ? നമ്മുടെ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ. സ്ത്രീകൾക്ക് വരുമാനം കിട്ടുന്നതിനെ നിങ്ങൾ എങ്ങനെ എതിർക്കും? എതിർക്കാന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ നാട്ടിൽ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ തൊഴിലാളികളും ഉണ്ട്. അത് തെറ്റാണ്. സ്ത്രീകൾ ആയിക്കോട്ടെ, അവിടെ വേണ്ടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള നിരവധി സ്ത്രീ വിരുദ്ധമായ പരാമർശമായി പോയോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ ഇന്ത്യയിലെ 60ഓളം സീറ്റുകളിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. ഓക്കെ, 44. അപ്പോ ഇതിന്റെ അകത്ത് നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉള്ളത് കേരളത്തിന്റെ അകത്താണ്. ഈ കേരളത്തിന്റെ അകത്ത് കോൺഗ്രസുമായിട്ടാണ് മത്സരം. CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടാണ്. BJP ആയിട്ട് ഇവിടെ ഒരു മത്സരമില്ല. പക്ഷെ ഇവരുടെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ BJP-യെ തോൽപ്പിക്കാൻ ഇടതുപക്ഷമാണ്. എന്ത് ഈ മുദ്രാവാക്യത്തിൽ എന്ത് അർത്ഥമാണ്? നിങ്ങൾ മുദ്രാവാക്യം എഴുതേണ്ടത് BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ BJP ആയിട്ട് ഒരു സ്ഥലത്ത് മത്സരമില്ല. ആകെയുള്ളത് കേരളത്തിന്റെ അകത്ത് കോൺഗ്രസ് ആയിട്ടാണ്. പിന്നെ എന്താണ് ഇവരുടെ മുദ്രാവാക്യത്തിന്റെ അർത്ഥം? ഇന്നത്തെ കോൺഗ്രസ് സമം നാളത്തെ BJP എന്ന് പറഞ്ഞ ഞങ്ങളല്ല സീതാറാം യെച്ചൂരി അല്ല, പ്രകാശ് കാരാട്ടല്ല. ഒരു മിനിറ്റ് പറയാൻ ചോദ്യം മതിയോ? ഉത്തരം വേണ്ട. ചോദ്യത്തിന് ഉത്തരം വേണ്ട. പറഞ്ഞിട്ടുള്ളത് ആരാണ്? പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അറത്തിപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണി, AK ആന്റണിയാണ് പറഞ്ഞിട്ടുള്ളത്. പറയാതെ എന്നെ പറയാൻ
ചോദ്യം പോരല്ല ഉത്തരം വേണ്ടേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കുക, കഴിഞ്ഞ എംപിമാരുടെ ബിജെപിയുടെ മന്ത്രിസഭയിലെ എംപിമാരെ നോക്കുക, അതിനകത്ത് എത്ര പേരായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്? ഗോവയിൽ ആർക്കായിരുന്നു ഭൂരിപക്ഷം? ആരാണ് മന്ത്രിസഭ? മേഘാലയയിൽ 2 സീറ്റിൽ മാത്രം ഉണ്ടായിരുന്നു ബിജെപി, 17-ാം മറ്റമാണ് കോൺഗ്രസ്. എങ്ങനെയാണ് ബിജെപി മന്ത്രിസഭ രൂപീകരിച്ചത്? ത്രിപുരയിൽ 36% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് എങ്ങനെയാണ് 1.5% ചുരുങ്ങിയത്? അത് ചർച്ച 36% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 1.5%. നേമത്ത് നേരത്തെ ജയിച്ചിരുന്ന സ്ഥലത്ത് കെട്ടിവെച്ച പൈസ ഇല്ലാതെ എങ്ങനെയാ UDF മാറിയത്? ചർച്ച ചെയ്യ്. അങ്ങനെ പറ ബിജെപി. ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ബിജു മുന്നോട്ട് വെച്ചൊരു ഡെഫിനിഷൻ ഉണ്ടല്ലോ. ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് സമം നാളത്തെ ബിജെപി എന്നാണോ? അതല്ല വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ വെച്ച് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമം നാളത്തെ തൃണമൂൽ കോൺഗ്രസ് എന്നാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊന്നല്ല മുദ്രാവാക്യം. ഏറ്റവും തെളിവുള്ള ആളുകൾ കണ്ട മുദ്രാവാക്യം ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി, ഇന്നത്തെ ബിജെപി. അതാണ് ത്രിപുരയെ കണ്ടത്. ത്രിപുരയുടെ അകത്ത് ഇതുവരെ 10, 15, 25 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടായി ഭരിച്ച സ്ഥലം, എല്ലാവരെയും അടക്കി വേണ സ്ഥലം, നമുക്ക് 0.2% മാത്രം വോട്ടുണ്ടായിരുന്ന സ്ഥലം, അവിടെ ഒരു സുപ്രഭാതത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി, അത് ലയിച്ചു പോയി, മുഴുവൻ ബിജെപിയുടെ ഭരണത്തിലേക്ക് കയറി വന്നല്ലോ. ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി, ഇന്നത്തെ ബിജെപി ഒറ്റ ഉത്തരവേ ഉള്ളൂ, ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് അവിടെ ബിജെപി ജയിച്ചത്, അല്ലാണ്ട് വെറുതെ അല്ല. മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന 25 കൊല്ലം ഭരിച്ചിരുന്ന ആ ത്രിപുര ഇന്ന് ബിജെപിയുടെ കൈകളിലാണ്. ഇലക്ഷനിലാണ് നടന്നത്. അവിടെ ഇലക്ഷന്റെ സമയത്ത് അവിടെ ഭരണത്തിലുണ്ടായത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ സംവിധാനമാണ്, അവരുടെ പോലീസാണ്, അവരുടെ രീതിയാണ്, അവരുടെ ഓഫീസർമാരാണ്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് മുഴുവൻ സീറ്റും കരസ്ഥമാക്കി ബിജെപി അധികാരത്തിലേക്ക് വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് പോലെ ഇന്ന് വാടക കൊടുത്തിരിക്കും. അവിടെ ആളുകളില്ല, അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സിദ്ധാന്തങ്ങളുടെ ആളുകളില്ല. കണ്ണൂരിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എൻകൗണ്ടർ തത്സമയം എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ഇന്നത്തെ കോൺഗ്രസ് ആണോ നാളത്തെ ബിജെപി, അഥവാ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണോ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ഇന്നത്തെ ബിജെപി? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബ്രേക്ക്. This is 24. Sky Jewelry Friday special programs brought to you by Sky Jewelry. More gold, same money. Sky Jewelry, designed for generations. Warrior silk shirts. Encounter samarpikkunnathu Warrior Deniman Casuals, the game changer. The all-new next generation air conditioners. Amstrad, inspired by passion. The all-new next generation air conditioners. Amstrad, inspired by passion. But don't worry. തീർച്ചയായും നിനക്കും ഒരാളുണ്ട് കേരള മാട്രിമോണിയിൽ. നിങ്ങൾക്കും ഡൗൺലോഡ് ദി കേരള മാട്രിമോണി ആപ്പ് ആൻഡ് ഫൈൻഡ് യുവർ ഈക്വൽ. The all-new next generation air conditioners. Amstrad, inspired by passion. മൂന്ന് മണിക്കാണ് മീറ്റിംഗ്. അതിനുമ്പ് വരാൻ പറ്റുമോ? Sure sir. ശരി. രേഷ്മ പോയില്ലേ? എപ്പോഴും പോയി വന്നു. ഓക്കെ. ഹലോ, കാശ് കിട്ടി, ബില്ലൊക്കെ അടച്ചു. താങ്ക്സ് ചേച്ചി. KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. The all-new next generation air conditioners. Amstrad, inspired by passion. കൂലി 87 എണ്ണായി. ഡബിൾ സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് ബട്ടർ ചിക്കൻ റെഡി ആവോ? Once again up and straight and once again whipped away. Again it'll go for 4. And Kohli ബട്ടർ ചിക്കൻ മസാല റെഡി. കോഹ്ലി എത്രയായി? 96. Eastern butter chicken masala, made easy. The all-new next generation air conditioners. Amstrad, inspired by passion. The all-new next generation air conditioners. Amstrad, inspired by passion. നമസ്കാരം.
ഏപ്രിൽ 10 ഞാൻ പേരാമ്പ്രയിൽ വരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിനായി. എന്നോടൊപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂരും ഉണ്ടാവും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പേരാമ്പ്രയിലേക്ക് ഉദ്ഘാടനം 2019 ഏപ്രിൽ 10 ബുധനാഴ്ച കാലത്ത് 10:30. ഉദ്ഘാടന വേളയിൽ 812 കിലോമീറ്റർ റൺ യൂണിക് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും പ്രശസ്ത സിനിമാ താരം ഹണി റോസും നിങ്ങളെ നേരിൽ കാണുവാൻ ക്ഷണിക്കുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കോഴിക്കോട് റോഡ്, പേരാമ്പ്ര. The all-new next generation air conditioners, Amstrad inspired by passion. The all-new next generation air conditioners, Amstrad inspired by passion. Half Payback is back at Lulu with exciting promotions. For every 200 dirhams spent on fashion, footwear, ladies' bags, baby accessories, eyewear, etc., get back 100 dirhams free shopping voucher instantly. Hurry, promotions till 15th of April. Lulu, where the world comes to shop. The all-new next generation air conditioners, Amstrad inspired by passion. The all-new next generation air conditioners, Amstrad inspired by passion. अरे हुन तू स्कूल नहीं जावे अटिया मार कने देख मैं तने लिखनो ही ചരിത്രമെഴുതുന്നു ഈസ്റ്റേൺ. The all-new next generation air conditioners, Amstrad inspired by passion. The all-new next generation air conditioners, Amstrad inspired by passion. ശരി മോനെ, അവന് പ്രൊമോഷനായെന്ന് അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന കാര്യം നീ ഒന്നുകൂടെ പറ. നേരിട്ട് കാണാതെ ബുക്ക് ചെയ്യേണ്ടെന്ന് അവൻ പറയുന്നത്. അവനോട് വീഗാലാൻഡ് ഡെവലപ്പേഴ്സിന്റെ വൈറ്റിലേക്ക് അടുത്തുള്ള കിങ്സ് ഫോർട്ട് നോക്കാമെന്ന് പറ. ഫുള്ളി ഫർണിഷ്ഡ് ഷോ ഫ്ലാറ്റ് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ബുക്ക് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായ ബിൽഡറിൽ നിന്നല്ലേ, അപ്പം മൂല്യവും ഉറപ്പ്. വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്. V-Guard ceiling fans. Sky Jewelry Friday special programs. 9:30 24 റൗണ്ട് അപ്പ്. 24 റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. Sky Jewelry Friday special programs brought to you by Sky Jewelry. More gold, same money. Sky Jewelry designed for generations. Warrior silk shirts. Encounter സമർപ്പിക്കുന്നത് Warrior Denim and Casuals, the game changer. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad. The all-new next generation air conditioners. Abir Medical Group, healthcare you can trust. Soyamara Silks, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. KSFE Gold Loan, ഗ്രാമിന് കൂടുതൽ തുക ഏറ്റവും വേഗത്തിൽ. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കരിമുകൾ, പ്രഭാത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊച്ചി. You are watching 24. രണ്ടായിരത്തി 19 വിധിയെഴുത്തിന്റെ രാഷ്ട്രീയ യുക്തി എന്ത്? കണ്ണൂരിന്റെ കനവിലാര് എന്നാണ് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. കണ്ണൂരിന്റെ ഹൃദയഭൂമിയിൽ നിന്നും വെൽക്കം ബാക്ക്. ഇത്തവണ വിധി എഴുതാൻ പോകുമ്പോൾ ചുരുങ്ങിയ പക്ഷം കണ്ണൂരെങ്കിലും അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്തിലാവണം ശ്രദ്ധയെന്ന് പലതവണ കെ സുധാകരൻ ആവർത്തിക്കുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും. അതുതന്നെയാണ് കണ്ണൂരിന്റെ പ്രധാന ക്യാമ്പയിനായി തീരാൻ പോകുന്നത്. ഇതിൽ ഇത്തവണ കാലിടറുമോ ശ്രീമതി ടീച്ചർ? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നും അതുതന്നെയാണ്. നാടിനകത്ത് സമാധാനം ഉണ്ടാവണം. ആ സമാധാനത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ പോകണം. പക്ഷേ അതിന് മുൻപേ ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളും കൊല്ലപ്പെടരുത്, നിങ്ങളും കൊല്ലപ്പെടരുത്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് കണ്ണൂർ സ്റ്റേഡിയം. ഒറ്റ മിനിറ്റ്. ഇവിടുന്ന് ഒന്ന് അവിടേക്ക് പോയിട്ട് ഒന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സേവറി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ കാണാം. നാണുവിനെ വിട്ടേക്ക്. CPM പ്രവർത്തകനാണ്, കൊല ചെയ്യപ്പെടേണ്ടവനാണ് എന്ന് ചിലപ്പോൾ വ്യാഖ്യാനിച്ചേക്കാം. നാണുവിനെ വിട്ടേക്ക്. അവിടെ കൈ നഷ്ടപ്പെട്ടു പോയ ഒരു ജയകൃഷ്ണനുണ്ട്. പേരെന്താ? ജയകൃഷ്ണൻ എന്നാണ് പേര്. പാർട്ടി ഏതാണെന്നറിയോ? കോൺഗ്രസ്സാ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാ. കോൺഗ്രസ്സുകാർ എറിഞ്ഞ ബോംബ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കണ്ണാണ് പോയത്. അന്നത്തെ ഇവിടത്തെ മുസ്ലിം ലീഗ് നേതാവിന്റെ ബന്ധുവിന്റെ കണ്ണാണ് പോയിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ നോക്കണം, പെരളശ്ശേരിയിലെ ഒരു കുട്ടി ചോദിക്കുകയാണ്, എന്തിനായിരുന്നു എന്റെ അച്ഛനെ കൊത്തി നുറുക്കിയത്? ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്. ഇന്ന് മട്ടന്നൂരിനകത്തെ നാൽപ്പാടി വാസു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അണ്ടി പൊറുക്കിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. കൊല്ലടാവനെ. ഇതായിരുന്നു ആഹ്വാനം. എന്തെല്ലാം സംഗതികൾ. DCC ഓഫീസിൽ ഇന്ത്യ ടുഡേയിലെ ആ കാലത്തെ റിപ്പോർട്ടർ ചോദിക്കുക, DCC ഓഫീസിനകത്ത് ബോംബുണ്ടാക്കിയിട്ട് 3 തരം ബോംബുണ്ട്. ഇതാളെ കൊല്ലാൻ, ഇതാളെ പേടിപ്പിക്കാൻ, ഇത് പുകയുണ്ടാക്കാൻ എന്ന് പറഞ്ഞതൊന്നും ഞങ്ങളായിരുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ പറഞ്ഞത് തന്നെയാണ്
അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം. നാൽപ്പാടി വാസുവിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് കെ സുധാകരനെ ക്രിമിനൽ കേസിൽ പെടുത്തിയെന്ന് നിങ്ങൾ പറയുന്നത്. നാൽപ്പാടി വാസുവിനെ കൊലപ്പെടുത്തിയത് ഗഡ്മാനാണ് എന്ന് കോടതി പറഞ്ഞതാണ്. കോടതിക്കകത്ത് അതുമായി ബന്ധപ്പെട്ട വിധി വന്നതാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരന് പങ്കില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പില് ഈ ഒരു വിഷയമല്ലാതെ രാജ്യത്തെ പട്ടിണിയെ കുറിച്ചിട്ടോ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഇവിടെ ചർച്ച ചെയ്ത് കാണുന്നില്ല. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യം ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ, സാധാരണക്കാരന് ജീവിക്കണ്ടേ? ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഇവിടെ എന്തോ അരുണേ, ആരെങ്കിലും കൊല ചെയ്ത് കഴിഞ്ഞാൽ, ആരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പാർട്ടി ഇല്ലാതായി പോകുമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ആദ്യം ഇല്ലാതായി പോകേണ്ട പാർട്ടി ഞങ്ങളുടെതല്ലേ അരുണേ? ഒരു മുന്നണിയുടെ കൺവീനർ നഷ്ടപ്പെട്ടു പോയത് ഏത് പാർട്ടിക്കാണ്? ഒരു MLA നഷ്ടപ്പെട്ടു പോയത് ഏത് പാർട്ടിക്കാണ്? ഒരു മുനിസിപ്പൽ ചെയർമാൻ നഷ്ടപ്പെട്ടു പോയത് ഏത് പാർട്ടിക്കാണ്? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നഷ്ടപ്പെട്ടു പോയത് ഏത് പാർട്ടിക്കാണ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയാൽ ഒരു പാർട്ടി ഇല്ലാതാവുമെങ്കിൽ ഞങ്ങളാണ് ആദ്യം ഇല്ലാതാവേണ്ടത്. ചേട്ടാ, നമ്മൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് ചർച്ച. അക്രമ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. വിട്ടേക്ക്. പറഞ്ഞോ എന്റെ സാറേ ഒന്ന് അടങ്ങണം. റിസോർട്ടില് ഈ എംപിമാരും MLA മാരും ജയിച്ചാല് കോൺഗ്രസ് പാർട്ടി എന്തിനാ റിസോർട്ട് കൊണ്ടാക്കുന്നത്? ഈ റിസോർട്ട് കൊണ്ടാക്കിയിട്ട് കുപ്പി കൊണ്ട് എന്തിനാ MLA മാർ തമ്മിലടിക്കുന്നത്? ആ MLA മാർ റിസോർട്ട് കൊണ്ട് എംപിമാരെ താമസിപ്പിക്കാൻ കോൺഗ്രസിന് എന്തിനാ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി എംപിമാരെ താമസിപ്പിക്കുന്നത്? BJPക്ക് അവരെ വിലക്ക് വാങ്ങാൻ ഇത്രയും പണം ഇവിടുന്ന് കിട്ടിയേ. നോട്ട് നിരോധിച്ചപ്പോ വീട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് BJPക്കാർ പൈസ അടിച്ചാലും നമ്മൾ കണ്ടിന്യൂ പ്രിന്റ് അടിക്കുന്നത്. അപ്പൊ എവിടുന്നാണ് ഈ പറയുന്ന MPമാരെ വിലക്കെടുക്കാൻ ഇത്ര പൈസ BJPക്ക് കിട്ടുന്നു? അത് ചർച്ച ചെയ്യണ്ടേ? വിലക്ക് വാങ്ങല്ലേ എന്ന് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട്. പെട്ടെന്ന് മറുപടി. ഒരു മിനിറ്റ്, നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ എല്ലാവരും ഒരേപോലെ പരിഗണിക്കണം. തീർച്ചയായിട്ടും കൂടുതൽ സമയം തന്നെ. ഒരു മിനിറ്റ്, ആദ്യം അക്രമ രാഷ്ട്രീയോടെ നിങ്ങൾ സംസാരിച്ചല്ലോ. ഇവിടെ അതൊക്കെ പറയാതിരിക്കാനല്ല പറയുന്നത്. അക്രമ രാഷ്ട്രീയത്തെ നിങ്ങൾ പറഞ്ഞല്ലോ. 969 വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ആളെ കൊന്നുകൊണ്ടാണ് ഇവിടുത്തെ അക്രമം ആരംഭിക്കുന്നത്. അധ്യാപകൻ ഒരിക്കലും തെറ്റി പഠിപ്പിക്കരുത്. അദ്ദേഹം എന്റെ അധ്യാപകനാണ്. അദ്ദേഹം ഒരിക്കലും തെറ്റി പറയാനില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ തെറ്റ് തിരുത്തണം. വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകമല്ല ഇവിടെ അക്രമ രാഷ്ട്രീയ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രാമുഖ്യമുള്ള ഡോമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. ഡോമിനന്റ് ആണ് അവര്. ഇവിടെ അടക്കി വാഴുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പല ഗ്രാമങ്ങളിലും മറ്റു പാർട്ടികൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. കണ്ണൂരുണ്ട്, കണ്ണൂരിലെ പല പഞ്ചായത്തുകളിലുണ്ട്, ആന്തൂറുണ്ട്, മലപ്പട്ടത്തുണ്ട്, ഒക്കെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പത് അവിടെ നിന്ന് ആർക്കും കയറി പോകാൻ പറ്റില്ല. ഒരു ബോർഡ് വെക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ അവിടെ ഒന്നും ബോർഡ് വെക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം, ഈ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. കണ്ണൂർ എന്ന് പറയുന്നത് കളരിയുടെ, അയോധന കലയുടെ, പിന്നെ തറയുടെ, തിറയുടെ, ആയിരുന്നില്ല. ഞാൻ പറയട്ടെ ഇവിടെ ജനങ്ങൾ ഇവിടെ ജനങ്ങൾ വളരെ ആഘോഷത്തോടു കൂടി പൂരക്കളിയും തെയ്യക്കളിയും എല്ലാം കളിക്കുന്ന നാടായത്. ഈ നാട് സ്നേഹത്തിന്റെയും മര്യാദയുടെയും കൂട്ടായ്മയുടെ നാടാണിത്. അതങ്ങനെ അല്ലാതാവുന്നത് അക്രമ രാഷ്ട്രീയം ഇവിടെ പൊന്തി വരുമ്പോഴാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുകയാണ് ഇവിടെ. ഈ കൊലപാതകമാണ് ആദ്യം അവസാനിക്കേണ്ടത്. അത് അവസാനിച്ച എല്ലാ പ്രശ്നവും ഇവിടെ തീർന്നു. കണ്ണൂരിന്റെ പ്രശ്നങ്ങൾ തീർന്നു. വികസനത്തിന്റെ പാതയായി. കഴിഞ്ഞ വർഷം ഞാൻ പറയട്ടെ കഴിഞ്ഞ ഒരു മിനിറ്റ് അല്ലല്ല സഹോദര ഞാൻ പറയട്ടെ. അപ്പോ നിങ്ങൾ പറയാനുമതി തന്നെ. ഇത്തരത്തില് രാഷ്ട്രീയത്തിലും മാന്യതയും മര്യാദയും പറയാൻ തയ്യാറുണ്ടെങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഞാൻ പറയുന്നത്, അവർ തയ്യാറുണ്ടെങ്കിൽ ഇവിടുത്തെ അക്രമം അവസാനിച്ചു. അതോടുകൂടി ഇവിടെ അക്രമം ഉണ്ടാവുന്നില്ല. ഇവിടെ വികസനം മാത്രമേ ചർച്ച ഉണ്ടാവുകയുള്ളൂ. വേറെയും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇവിടെ നാട്ടുകാരെ മൊത്തം കൊല്ലാൻ പോയ നാട്ടുകാർ തട്ടിക്കൊല്ലൂലേ?
നാട്ടുകാരെ മൊത്തം കൊല്ലം പോയില്ലേ? അത് സ്വാഭാവികമല്ലേ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വാടിക്കൽ രാമകൃഷ്ണനല്ല ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത്. ആദ്യം കൊല ചെയ്യപ്പെടുന്നത് മൊയാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. കോൺഗ്രസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പണിയെടുത്ത ആളാണ്. ആ കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തയാൾ കോൺഗ്രസ് വിട്ടു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും വന്നു എന്നുള്ള കുറ്റത്തിനാണ്. പറയട്ടെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എടക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് വളരെ ഭീകരമായി മർദ്ദിച്ച് ജയിലിനകത്ത് വെച്ചാണ് മരണപ്പെടുന്നത്. ഭൗതിക ശരീരം പോലും കിട്ടിയിട്ടില്ല. അവിടുന്ന് മുതലാണ് ഈ നിങ്ങൾ നോക്കുക. ഇനി കണ്ണൂരാണ് ഈ പറയുന്ന അക്രമ രാഷ്ട്രീയങ്ങളുടെ കേന്ദ്രം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കുക. തിരുവനന്തപുരം ജില്ല എടുക്കുക, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ല എടുക്കുക. 5 കണ്ട ഒരു 10 വർഷത്തെ എടുത്തോ. തിരുവനന്തപുരം പറയാൻ വേണ്ടി വിട്. ഇതാണ് ഇവരുടെ കാര്യം. നിങ്ങൾ എന്തിനേറെ പറയുന്നു ഇവരുടെ ഈ തമ്മിലുള്ള ഈ കൂട്ടുകക്ഷി? ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും അവസാനം നമ്മൾ കാണേണ്ടത് മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 12 വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ പാപ്പിനിശ്ശേരിയിൽ കൊല ചെയ്യപ്പെട്ടപ്പോ ആ കേസിലെ പ്രതികളെ പിടിക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ വരേണ്ടി വന്നു. കാരണം എന്താ? ആ കൊലപാതകം കഴിഞ്ഞ ഉടനെ ഭരണം മാറി, കോൺഗ്രസ് വന്നു. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രയാസം എന്താ? ആ പ്രയാസം വരുത്തി ഇവർ കേസ് തേച്ച് മാച്ച് കളഞ്ഞു. ഇവർ തമ്മിൽ ഉണ്ടാക്കുന്നതാണ്. അശ്വിനി കുമാറിന്റെ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ, എല്ലാ കേസുകളും ഇങ്ങനെ തേച്ച് മാച്ച് കളിയാണ് ഇവർ ചെയ്യുക. ഈ തേച്ച് മാച്ച് കളഞ്ഞ് ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ധാരണയാണ് കേരളത്തിലുടനീളം, കണ്ണൂർ മാത്രമേ പറയുന്നത്, കേരളത്തിലുടനീളം പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ചും പറയുമ്പോൾ ഒത്തുതീർപ്പിലൂടെ വ്യാജ പ്രതികളെ സമ്മാനിക്കുന്ന രീതി ആദ്യം തുടങ്ങി വെച്ചത് CPM ആണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയല്ലേ? പലപ്പോഴും കോപ്പറേറ്റീവ് ബാങ്കുകളിലൂടെ തഴച്ചു വളരുന്ന ക്രിമിനൽ തീർത്തും തെറ്റാണ്. അങ്ങനെ ഒരു ബോധത്തിലേക്കും ബോധ്യത്തിലേക്കും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകന്മാർ മാറാൻ വേണ്ടി പാടില്ല എന്നുള്ള വലിയ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നടത്താനുള്ളത്. കാരണം ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഏതെങ്കിലും ഒരു കൊലപാതക കേസിലോ ഏതെങ്കിലും ഒരു അക്രമ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളേറെ സങ്കടത്തോടു കൂടി അത്തരം വാർത്തകൾ കേൾക്കേണ്ടി വരുന്നവരാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങളും കൊല ചെയ്യപ്പെടരുത്, ഞങ്ങളും കൊല ചെയ്യപ്പെടരുത്. നിങ്ങൾ കൊല്ലാതിരുന്നാൽ ഞങ്ങളും കൊല്ലില്ല. ഞങ്ങൾക്ക് കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് ബിജു പറഞ്ഞ കുറെ ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ ഞാൻ ചോദിക്കട്ടെ. കണ്ണൂർ ജില്ലയിൽ പ്രമാദമായ കൊലക്കേസുകൾ നടന്ന സാഹചര്യത്തിൽ BJPയുടെ പക്ഷത്ത് നിന്ന് OK വാസുമാഷിനെയും അശോകനെയും കൂടെ നിർത്തിക്കൊണ്ട് കൊലപാതകത്തിന് പുതിയ മേച്ചപ്പുറം തേടി ആളുകൾ മാറി വന്നതുകൊണ്ട് അവരാണ് യഥാർത്ഥ CPMകാരെ കൊല്ലുന്നതിൽ ഒരുപാട് കേസുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ. അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഞാൻ മറ്റൊരു കാര്യം, അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇന്നലെ മട്ടന്നൂർ നിയോജക മണ്ഡലം വ്യവസായ വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പരിയാരം എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിമുക്കിൽ 2 പിഞ്ചോമന മക്കളുടെ ജനനേന്ദ്രിയം ഒരാട് നഷ്ടപ്പെട്ടു, മറ്റൊരാട് കണ്ണ് നഷ്ടപ്പെട്ട് കോയമ്പത്തൂർ ആശുപത്രിയിലാണ്. ആരുണ്ടാക്കി വെച്ച ബോംബാണ്? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആരുണ്ടാക്കിയതാണ്? CPMന്റെ ഏറ്റവും ശക്തമായ മേഖലയിലാണ് ഈ പള്ളിമുക്ക്. അവിടെയാണ് CPM ഉണ്ടാക്കിയ ബോംബ്. എല്ലാ പാർട്ടികൾക്കും നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. നാളെയുടെ പൗരന്മാർ വളരെ പെട്ടെന്ന് എൻകൗണ്ടർ തിരിച്ചുവരും. കണ്ണൂരിൽ നിന്ന് അക്രമ രാഷ്ട്രീയത്തിനെതിരായി വിധിയെഴുത്താകുമോ കണ്ണൂരിൽ ഉണ്ടാവുക എന്ന് നോക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. This is 24. Sky Jewelry Friday special programs brought to you by Sky Jewelry. More gold, same money. Sky Jewelry, designed for generations. Warrior silk shirts. Encounter സമർപ്പിക്കുന്നത് Warrior Denim and Casuals, the game changer. AC-കൾക്കും ഫാനുകൾക്കും പ്രത്യേക ഓഫറുകളുമായി പിട്ടാപ്പള്ളിയിൽ സമ്മർ ഓഫർ. ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഫ്രീ ഇൻസ്റ്റലേഷനും ഈസി ഇൻസ്റ്റാൾമെന്റ് സ്കീമും. പിട്ടാപ്പള്ളി ഏജൻസീസ്, മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV and appliances. കോഹ്ലി 87 റണ്ണായി. ഡബിൾ സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് ബട്ടർ ചിക്കൻ റെഡി ആവോ? Once again up and straight and once again whipped away. Again it'll go for 4. ബട്ടർ ചിക്കൻ മസാല റെഡി. കോഹ്ലി എത്രയായി? 96. Eastern Butter Chicken Masala, made easy. The all-new next generation air conditioners, Amstrad inspired by passion. The all-new next generation air conditioners, Amstrad inspired by passion. But don't worry, തീർച്ചയായും നിനക്കും ഒരാളുണ്ട്. കേരള മാട്രിമോണിയിൽ. നിങ്ങൾക്കും ഡൗൺലോഡ് ദി കേരള മാട്രിമോണി ആപ്പ് ആൻഡ് ഫൈൻഡ് യുവർ ഈക്വൽ. The all-new next generation air conditioners, Amstrad inspired by passion. നിങ്ങളെപ്പോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പാരന്റാണ്.
അതിനായി ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. Transportation, hygienic ambience, digital classrooms, laboratories, library and reading room, dedicated faculties and management. ഓരോ പ്രഭാതവും നമ്മുടെ കുട്ടികളുടേതാവട്ടെ. കരിമുകൾ പ്രഭാത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊച്ചി. മുത്തച്ഛൻ ടാങ്ക് ഓടിച്ചിട്ടുണ്ടോ? ടാങ്ക് ഓടിച്ചിട്ടുണ്ടോന്നോ? മുത്തച്ഛനായിരുന്നു ടാങ്ക് ബറ്റാലിയന്റെ ക്യാപ്റ്റൻ. ബട്ടറടിയായിരുന്നല്ലേ? ഇത് പീനട്ട് ബട്ടറാ. ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. കൊളസ്ട്രോളോ ട്രാൻസ്ഫാറ്റോ ഇല്ലാത്ത പീനട്ട് ബട്ടർ. ഹാപ്പി പീനട്ട് ബട്ടർ. The all-new next-generation air conditioners. Amstrad, inspired by passion. The all-new next-generation air conditioners. Amstrad, inspired by passion. നമസ്കാരം. ഏപ്രിൽ 10 ഞാൻ പേരാമ്പ്രയിൽ വരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിനായി. എന്നോടൊപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂരും ഉണ്ടാവും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് പേരാമ്പ്രയിലേക്ക് ഉദ്ഘാടനം 2019 ഏപ്രിൽ 10 ബുധനാഴ്ച കാലത്ത് 10:30. ഉദ്ഘാടന വേളയിൽ 812 കിലോമീറ്റർ റൺ യൂണിക് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും പ്രശസ്ത സിനിമാ താരം ഹണി റോസും നിങ്ങളെ നേരിൽ കാണുവാൻ ക്ഷണിക്കുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, കോഴിക്കോട് റോഡ്, പേരാമ്പ്ര. The all-new next-generation air conditioners. Amstrad, inspired by passion. മീൻ മപ്പാസിന് ഒരു ചില്ലി ചുറ്റിക്കളി. ഇതാണ് എന്റെ ഹാപ്പി കോമ്പിനേഷൻ. കണ്ടെത്തൂ നിങ്ങളുടെ ഹാപ്പി കോമ്പിനേഷൻ. ഹാപ്പി ജാംസ്, സോസസ്, പിക്കിൾസ് ആൻഡ് കെച്ചപ്പ്. The all-new next-generation air conditioners. Amstrad, inspired by passion. The all-new next-generation air conditioners. Amstrad, inspired by passion. Game changer, warrior, denim and casuals. The all-new next-generation air conditioners. Amstrad, inspired by passion. The all-new next-generation air conditioners. Amstrad, inspired by passion. अरे हुन तू स्कूल नहीं जावे? अटिया मार कने देख मैं तने लिखणो ही. ചരിത്രമെഴുതുന്നു ഈസ്റ്റേൺ. The all-new next-generation air conditioners. Amstrad, inspired by passion. The all-new next-generation air conditioners. Amstrad, inspired by passion. ശരി മോനെ, അവന് പ്രൊമോഷൻ ആയെന്ന്. അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന കാര്യം നീ ഒന്നുകൂടെ പറ. നേരിട്ട് കാണാതെ ബുക്ക് ചെയ്യണ്ടെന്ന് അവൻ പറയുന്നേ. അവനോട് വീഗാലാൻഡ് ഡെവലപ്പേഴ്സിന്റെ വൈറ്റിലേക്ക് അടുത്തുള്ള കിങ്സ് ഫോർട്ട് നോക്കാമെന്ന് പറ. ഫുള്ളി ഫർണിഷ്ഡ് ഷോ ഫ്ലാറ്റ് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ബുക്ക് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായ ബിൽഡറിൽ നിന്നല്ലേ, അപ്പൊ മൂല്യവും ഉറപ്പ്. വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്. V-Guard table, pedestal and wall fans. Sky Jewelry Friday special programs. 9:30 24 round up. 24 റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. Sky Jewelry Friday special programs brought to you by Sky Jewelry. More gold, same money. Sky Jewelry, designed for generations. Warrior silk shirts. Encounter സമർപ്പിക്കുന്നത് Warrior Denim and Casuals, the game changer. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad. The all-new next-generation air conditioners. Abir Medical Group, healthcare you can trust. സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര. KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക, ഏറ്റവും വേഗത്തിൽ. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കരിമുകൾ, പ്രഭാത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊച്ചി. You are watching 24. കണ്ണൂരിന്റെ ശ്വാസത്തിൽ പോലുമുണ്ട് രാഷ്ട്രീയം. ആ വിശ്വസിക്കുന്നതിനോട് കൂറു പുലർത്തുന്ന കണ്ണൂർ ഇത്തവണ എങ്ങനെ വിധിയെഴുതും, വിധിയെഴുത്തിന്റെ രാഷ്ട്രീയ യുക്തി എന്താ എന്നാണ് അന്വേഷിക്കുന്നത്. രാവേറെ ചെല്ലുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളുടെ മുൻപിലുള്ളൂ. കണ്ണൂരിന്റെ ഈ തിങ്ങി നിറഞ്ഞ ഈ ആൾക്കൂട്ടം ഈ രാവേറെ ചെല്ലുമ്പോഴും നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ്. ഞങ്ങൾക്ക് പറയാനുണ്ട് രാഷ്ട്രീയമായി, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പലതരം രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നു. സമാധാനപരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, നമുക്ക് ആകെ 1.5 മിനിറ്റേ ഉള്ളൂ. അരുൺ പറഞ്ഞ അവിടെ നിന്ന് തുടങ്ങി വരാം. കാരണം ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു മീഡിയയിൽ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, എന്നെ കേന്ദ്രത്തിൽ നിന്ന് പറയാനാണ്, എന്നെ കേന്ദ്രത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് കണ്ടിരുന്നു, എന്നെ കേന്ദ്രത്തിൽ ദൂതന്മാർ കണ്ടിരുന്നു.
ഞാൻ ചോദിക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് അവരുടെ പോകും. ആരോടുണ്ട് ചോദിക്കാൻ? എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ലേബിൽ ഇവിടെ നിൽക്കുവാന്നല്ലോ, ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, കണ്ണൂരിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ വോട്ട് വാങ്ങി നാളെ BJP-യിലേക്ക് പോകുമല്ലേ? അതിനെന്ത് പറയാൻ പറ്റും? അത് പറയുക. അതിനുള്ള മറുപടി, ഇത് കണ്ണൂർ ജില്ലയിൽ ഒരുപാട് നാളായി CPM തുടർന്നു വരുന്ന നടപടിയാണ്. അതിനൊന്നും മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറയട്ടെ. ഇപ്പോ കണ്ണൂർ ജില്ലയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CK പത്മനാഭൻ ആരാണ് എന്ന് ബിജുവിന് അറിയാലോ. അദ്ദേഹം CPIM-ന്റെ ആളായിരുന്നല്ലോ. രാമപിള്ളയോ രാമപിള്ളയുടെ രാഷ്ട്രീയത്തെ കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇനി പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീമതി ടീച്ചർ ഈ കണ്ണൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഇവിടെ പോലെ തന്നെ കാൽടെക്സ് സർക്കിൾ സാധിക്കും 75 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കാൽടെക്സ് സർക്കിൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പയ്യാമ്പലത്ത് മികച്ച നിലയിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷക്കാലം കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. എന്തെങ്കിലും പറഞ്ഞു അതെ, കണ്ണൂർ ജില്ലയിൽ വികസനത്തിന്റെ പാത വെട്ടിത്തെറിച്ചുകൊണ്ട് 2000 കോടി രൂപയുടെ വികസനം കേന്ദ്ര സർക്കാർ ഇവിടെ റോഡായും റെയിൽവേ ആയും അനവധി റെയിൽവേ സ്റ്റേഷനുകളിലായും കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അക്രമ രാഷ്ട്രീയത്തിനോ വികസനത്തിനോ വോട്ട് എന്ന രാഷ്ട്രീയ യുക്തി കണ്ണൂർകാർ സ്വയം തീരുമാനിക്കട്ടെ. കണ്ണൂരിന്റെ ഉറച്ച ബോധ്യത്തിൽ നിന്ന് 23-ാം തീയതി വിധിയെഴുത്തിന് പോകട്ടെ, 26-ാം തീയതി ഫലപ്രഖ്യാപനം വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം ആരുടെ യുക്തിയായിരുന്നു ശരിയെന്ന്. ഇനി എത്താം വീണ്ടും നാളെ രാത്രി. അതുവരെ നന്ദി, നമസ്കാരം. You are watching 24 from News Headquarters, Kochi.